السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ എനിക്ക് മുമ്പ് മഹത്തായ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്ത ബഹുമാന്യരെ, സമയം ആവശ്യപ്പെടുന്ന മഹത്തായ പരിപാടിയിലേക്ക് വന്നു ചേർന്ന പ്രിയപ്പെട്ടവരെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന മഹത്തായ ഒരു സദസ്സായി ഈ സദസ്സ് ഇത് വിട്ടുപിരിയുമ്പോൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒത്തൊരുമിച്ചതുപോലെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമോഫോബിയ എന്നത് വളരെ ആസൂത്രിതമായി ക്രിയേറ്റ് ചെയ്ത ഒരാശയമാണ്. ഇസ്ലാമോഫോബിയ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇസ്ലാമിനെ പേടിക്കുക എന്നതാണ്. അത് രൂപീകൃതമായ ഒരു പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാമിക പ്രബോധകർ ഇറങ്ങിച്ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളാരും ഇസ്ലാമിനെ പേടിക്കേണ്ടതില്ല. ഇസ്ലാം സിൽമാണ്, സമാധാനമാണ്. ഇസ്ലാം റഹ്മത്താണ്, കാരുണ്യമാണ്. പക്ഷെ ഇന്ന് ഒരൽപ്പം ഉറക്കെ വിളിച്ചു പറയേണ്ടി വരുന്നു, ലോകത്ത് കാപട്യത്തിന്റെയും കരിഞ്ചന്തയുടെയും കള്ളക്കടത്തിന്റെയും അഴിമതിയുടെയും
വഞ്ചനയുടെയും ചൂഷണത്തിന്റെയും കുതികാൽവെട്ടിന്റെയും പരസ്പരം വിദ്വേഷം വാരിവിതറുകയും തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ തമ്മിലടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിങ്ങൾ ഇസ്ലാമിനെ പേടിക്കുക. നിങ്ങൾ ഇസ്ലാമിനെ ഭയപ്പെടുക. കാരണം ഇരുട്ടിനോടും തിന്മയോടും അനീതിയോടും ഒരിക്കലും ഇസ്ലാം സന്ധിയാവുകയില്ല. കാരണം ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ദീൻ കാഴ്ചവെച്ച ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഒരിക്കലും രഹസ്യമല്ല. ആ മൂല്യങ്ങളെ സംബന്ധിച്ച് ഒരു രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷിക്കേണ്ടതുമില്ല. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പരസ്യമാണ്. അത് ആർക്കും പരിശോധിക്കാം, ആർക്കും അന്വേഷിക്കാം. ആ പരസ്യമായ മൂല്യങ്ങളെ വിശുദ്ധ ഖുർആൻ ലോകത്തോടാണ് വിളിച്ചു പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ കൂടിയിരിക്കുന്ന ആളുകൾക്കിടയിൽ അടക്കം പറയുന്ന ആദർശമല്ല ഇസ്ലാം. ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ തലവന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന നിലപാടുകളോ സിദ്ധാന്തങ്ങളോ അല്ല ഇസ്ലാം. ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളുകൾ പാതിരാത്രികളിൽ അടച്ചിരുന്ന് അരണ്ട വെളിച്ചത്തിരുന്ന് ചർച്ച ചെയ്യുന്ന ആദർശമല്ല ഇസ്ലാം. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ വിളിച്ചത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയാണ്. വിശുദ്ധ ഖുർആൻ വിളിച്ചത് ഈ നാട്ടിലെ യഹൂദികളെയാണ്. വിശുദ്ധ ഖുർആൻ വിളിച്ചത്, അഭിസംബോധന ചെയ്തത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളെയാണ്. ഖുൽ തആലൗ, ഓ നിങ്ങൾ പറയൂ, തആലൗ വാ, പോ എന്നല്ല ഖുർആൻ പറഞ്ഞത്. തആലൗ വാ, ലോക സമൂഹത്തെ വിശുദ്ധ ഖുർആൻ വിളിക്കുകയാണ്. തആലൗ, ലോക സമൂഹമേ വാ, അടുത്തിരിക്ക്, അകന്നു പോവുകയല്ല. തന്റെ അയൽവക്കത്ത് ഒരു അമുസ്ലിം ജീവിക്കുന്നുവെങ്കിൽ അവനോട് സംസാരിക്കണ്ട എന്നല്ല. തന്റെ നാട്ടിൽ ഒരു അവിശ്വാസി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവനോടൊന്നും പറയണ്ട എന്നല്ല. തന്റെ നാട്ടിൽ ഒരു നിരീശ്വരവാദി ഉണ്ട് എങ്കിൽ അവനുമായി മിണ്ടിക്കൂടാ എന്നല്ല. ഖുൽ പറ, തആലൗ വടാ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, ഞാൻ നിനക്ക് ഓതിത്തരാം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ്, നിന്നെ പടച്ചവൻ എന്താണ് നിന്നോട് പറയുന്നതെന്ന്, ആ റബ്ബ് എന്താണ് വിരോധിക്കുന്നത് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാ തുശ്രികൂ ബിഹി ശൈആ, ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിന്നെ പടച്ച റബ്ബിനു, നിന്റെ നാഥന്, നിന്റെ സൃഷ്ടാവിന് കൂറുകാരെ ഉണ്ടാക്കരുത്. നിനക്കന്നം നൽകുന്ന റബ്ബിന് മാത്രം അവകാശപ്പെട്ടത്, പടച്ചവന് മാത്രം അവകാശപ്പെട്ടത് ഒരു പടപ്പിന് നീ കൊടുക്കരുത്. ഇബാദത്ത് ഏകനായ അല്ലാഹുവിന് മാത്രമായിരിക്കണം. നീ ആരാധനകൾ സമർപ്പിക്കുന്നത് നിന്നെ പടച്ചവൻ, നിന്നെ സൃഷ്ടിച്ചവനാരോ അവന് മാത്രമായിരിക്കണം, നിന്റെ സൃഷ്ടാവിന് മാത്രമായിരിക്കണം. അല്ലാ തുശ്രികൂ ബിഹി ശൈആ, ശിർക്ക് ചെയ്യരുത്. ഇതടക്കം പറയുകയല്ല, വിളിച്ചു പറയുകയാണ്. ഇത് രഹസ്യ ക്ലാസ് അല്ല, പരസ്യ ക്ലാസ്. ഇത് ഏതെങ്കിലും ആളുകൾക്കിടയിൽ മാത്രം പ്രസരണം ചെയ്യപ്പെടുന്ന ആദർശമല്ല. നേരെ മറിച്ച് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിക സമൂഹം ഉറക്കെ വിളിച്ചു പറയും, അല്ലാ തുശ്രികൂ ബിഹി ശൈആ, ലോകമേ, ലോക സമൂഹമേ, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. അത് വിളിച്ചു പറയുമ്പോ ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇത് അടിച്ചേൽപ്പിക്കുകയല്ല. അടിച്ചേൽപ്പിക്കാൻ അവകാശമില്ല. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, പ്രവാചകനോട് പോലും പടച്ചവൻ പറഞ്ഞത് താങ്കൾ ഉത്ബോധിപ്പിക്കുക, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ, അടിച്ചേൽപ്പിക്കേണ്ട, അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ച് അടിച്ചേൽപ്പിക്കേണ്ട ആദർശമല്ല ഇത്. വ്യവസ്ഥിതി മാറിയത് കൊണ്ട് കാര്യമില്ല, അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല.
ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഇസ്ലാം വ്യതിരിക്തമാകുന്നത് അവിടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ സർ തോമസ് മൂർ എഴുതിയ ഉട്ടോപ്പിയ എന്ന ലേഖനം തന്റെ സങ്കല്പത്തിലുള്ള ഒരു ലോകം, ആ ലോകത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് തോമസ് മൂർ ഉട്ടോപ്പിയ എന്ന ലേഖനം എഴുതുമ്പോ ലോകത്ത് സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ആ നോവൽ എഴുതി പൂർത്തിയാക്കുന്നത്. സമാധാനം എങ്ങനെ സാധ്യമാകും? ലോക സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അതന്വേഷിച്ചു ചിന്തിച്ച് അവസാനം പ്രശ്നങ്ങളില്ലാത്തൊരു ലോകമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തോമസ് മൂർ ഉട്ടോപ്പിയ എന്ന ലേഖനം എഴുതുമ്പോ ആ ലോകത്തെ അദ്ദേഹം ആവിഷ്കരിച്ചത് ഒരു നാട്, സുന്ദരമായൊരു പ്രദേശം, നല്ല വിളവുള്ള ഭൂമി, ആ ഭൂമിയിൽ കുറെ മനുഷ്യർ. ആ മനുഷ്യരുടെ പ്രത്യേകത, രാപ്പകൽ പണിയെടുക്കുന്നു, അവർ അധ്വാനിക്കുന്നു. പണിയെടുക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു നാട്, അധ്വാനിക്കുന്നവൻ ജീവിക്കുന്ന നാട്, തൊഴിലാളികൾ മാത്രമുള്ള ഒരു നാട്. ആ നാട്ടിലെ മുഴുവൻ ആളുകളും പാടത്തും പറമ്പിലും പണിയെടുത്ത് വൈകുന്നേരമാകുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഓഹരികൾ കൊണ്ടുവന്ന്, വിളവുകൾ കൊണ്ടുവന്ന് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ ഗവൺമെന്റ് അത് സ്വീകരിക്കുന്നു. എന്നിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും തുല്യമായി ഗവൺമെന്റ് അത് വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ആ നാട്ടിൽ മുതലാളിമാരില്ലാതാകുന്നു, സാമ്പത്തികമായ അസന്തുലിതാവസ്ഥ ഇല്ലാതാകുന്നു. എന്റെ കയ്യിൽ 1000 ഉണ്ട് എങ്കിൽ എന്റെ അയൽവാസിയുടെ കയ്യിലും 1000 ഉണ്ട്, അവനപ്പുറത്ത് താമസിക്കുന്നവന്റെ കയ്യിലും 1000 ഉണ്ട്. 1001 രൂപ കയ്യിലുള്ള, 1500 രൂപ കയ്യിലുള്ള ആരും തന്നെ ആ നാട്ടിലില്ല. അങ്ങനെ വരുമ്പോ സാമ്പത്തിക സന്തുലിതാവസ്ഥയായി, സാമ്പത്തികമായി നിലനിൽക്കുന്ന സന്തുലിതാവസ്ഥ ഇല്ലാതായി. ആ സാമ്പത്തികമായ ഒരു ഒരുമ അവർക്കിടയിൽ കടന്നു വന്നപ്പോ, സന്തുലിതാവസ്ഥ കടന്നു വന്നപ്പോ അസൂയയില്ലാതെയായി, പകയില്ലാതെയായി, പിടിച്ചുപറിയില്ലാതെയായി, അക്രമങ്ങളില്ലാതെയായി. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സഹോദരങ്ങളെ പോലെ ജീവിച്ചു. ലോകം നേരിടുന്ന അടിസ്ഥാന പ്രശ്നം സാമ്പത്തികമായ അസന്തുലിതാവസ്ഥയാണ് എന്ന് പ്രഖ്യാപിച്ച് തോമസ് മൂർ ഉട്ടോപ്പിയ എന്ന ലേഖനം എഴുതി പൂർത്തിയാക്കുമ്പോ, ഇങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അന്വേഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ആ ലേഖനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നു. വർഷങ്ങളോളം അവർ വലിയ 10,000 ഗ്രന്ഥങ്ങൾ അടുക്കി വെച്ച പുസ്തക കെട്ടുകളുള്ള ലൈബ്രറികളിൽ പോയി തപസ്സിരുന്നു. എന്നിട്ട് അവർ മാനിഫെസ്റ്റോകൾ എഴുതി ഉണ്ടാക്കി. എന്നിട്ട് 19-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ മുന്നിൽ അത് അവതരിപ്പിച്ചു കൊടുത്തു. ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലോകത്ത് നിലനിൽക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം സാമ്പത്തിക അസന്തുലിതാവസ്ഥയാണ്. അതുകൊണ്ട് മുതലാളിമാർക്കെതിരെ തൊഴിലാളികൾ സംഘടിക്കണം. തൊഴിലാളികൾ സംഘടിച്ചു. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം 19-ാം നൂറ്റാണ്ടിൽ ലോകത്ത് നടപ്പാക്കി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മതരംഗത്ത്, മതബോധന രംഗത്ത് അതിന്റെ ഈറ്റില്ലമായി നിലനിന്നിരുന്ന റഷ്യയുടെ മണ്ണിലേക്ക് കമ്മ്യൂണിസം കടന്നു വന്നു. ആ കമ്മ്യൂണിസം ഒരു രാഷ്ട്രമായി മാറി. സോവിയറ്റ് റഷ്യ എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറി. ഒരു പുതിയ പ്രകാശം ലോകത്തേക്ക് കടന്നു വരികയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ സർ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരുന്ന ആ നാട്ടിലേക്ക് കമ്മ്യൂണിസം കടന്നു വന്നപ്പോ അവർ ആ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾക്കിനി ദാരിദ്ര്യമുണ്ടാവില്ല, നിങ്ങൾ കൊയ്യും വിളയെല്ലാം നിങ്ങളുടേതാകും, നിങ്ങളുടേതായി മാറുന്ന ഒരു കാലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളെ ഭരിക്കാൻ ഇനി ജന്മിമാരുണ്ടാവുകയില്ല, നിങ്ങൾ അടിച്ചമർത്തപ്പെടുകയുണ്ടാവുകയില്ല. നേരെ മറിച്ച് നിങ്ങളെല്ലാം മുതലാളിമാരാവുകയാണ്, നിങ്ങളെല്ലാവരും സമ്പത്തുള്ളവരായി മാറുകയാണ്. അവസാനം ആ സർ ചക്രവർത്തിമാരുടെ കീഴിൽ വർഷങ്ങളോളം ജീവിച്ചിരുന്ന ആ ജനത കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലേക്ക് കടന്നു വന്നു. പിന്നീട് കാലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൊഴിഞ്ഞു പോയപ്പോ റഷ്യക്കാരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഖ്ബാർ, എന്താണ് നിന്റെ വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചപ്പോ റഷ്യയിലെ ജനങ്ങൾ പറഞ്ഞു, പണ്ട് സർ ചക്രവർത്തിമാർ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് തിന്നാൻ അരിയുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടായിരുന്നില്ല, പക്ഷേ ആഹാരം അല്ലെങ്കിൽ അരി ചോദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. കാലങ്ങൾ പിന്നിടുമ്പോ, വർഷങ്ങൾ പിന്നിടുമ്പോ ഇന്ന് ഞങ്ങൾക്ക് അരിയുമില്ല, അരി ചോദിക്കാനുള്ള അവകാശവുമില്ല. ആ പ്രത്യയശാസ്ത്രം അവിടെ തകർന്നടിഞ്ഞു വീണു. ആ ഭൗതിക സംഹിത തകർന്നടിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുകയാണ്. ഇത് നോക്കി നിന്നുകൊണ്ട് ചിലർ പറഞ്ഞു,
എന്തുകൊണ്ട് കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം തകർന്നു വീണു? അതിനെ സംബന്ധിച്ച് നിരൂപണം നടത്തിയ ആളുകൾ, നിയമജ്ഞരായ ആളുകൾ, സാമൂഹ്യ ശാസ്ത്രജ്ഞരായ ആളുകൾ പറഞ്ഞു, ഒരു ഭരണകൂട സംവിധാനത്തിലല്ലാതെ ആ ഭൗതിക പ്രത്യയശാസ്ത്രത്തിന് നിലനിൽപ്പില്ല. ഒരു ഭരണ സംവിധാനത്തിലല്ലാതെ കമ്മ്യൂണിസം നിലനിൽക്കില്ല. എന്നാൽ വിശുദ്ധ ഇസ്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായി. ഒരു രാജ്യത്ത് ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ഭരണം വേണ്ട. ഒരു രാജ്യത്ത് ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ഭരണകൂടം വേണ്ട. നേരെ മറിച്ച് ഒരു നാട്ടിൽ ഒരു മനുഷ്യനെ മുസ്ലിമായിട്ടുള്ളൂ. 120 കോടി മനുഷ്യർ ജീവിക്കുന്ന, അവർ ഭരണം ഭരിക്കുന്ന, അവരുടെ നിയമം പാസാക്കുന്ന ഒരു നാട്ടിൽ ഈ 120 കോടി മനുഷ്യർക്കിടയിൽ ഒരേ ഒരു മനുഷ്യൻ മാത്രമേ മുസ്ലിമായിട്ടുള്ളൂവെങ്കിൽ ആ ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കാം. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ഈ രൂപത്തിൽ വ്യവസ്ഥിതിയുടെ മാറ്റമല്ല, മനസ്ഥിതിയുടെ മാറ്റമാണ് ഇസ്ലാമിക സമൂഹം ലോകത്തിന്റെ മുന്നിൽ വെച്ചത്. അതുകൊണ്ട് ഭരണകൂട അട്ടിമറി എന്നത് മുസ്ലിം സമൂഹത്തിന്റെ അജണ്ടയല്ല. ഭരണകൂട അട്ടിമറി എന്നത് മുസ്ലിം സമൂഹം അജണ്ടയായി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞിട്ടില്ല. ഒരു നാട്ടിൽ നിങ്ങൾ ചെന്നാൽ ആദ്യം പിടിച്ചടക്കേണ്ടത് അധികാര കസേരയാണ്. ആ അധികാര കസേര പിടിച്ചടക്കി ആ അധികാരത്തിന്റെ തിണ്ണബലത്തിൽ ഇസ്ലാമിനെ നടപ്പാക്കണമെന്ന് ലോകത്തോട് അല്ല ഒരു പ്രവാചകനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഭരിച്ച പ്രവാചകന്മാർ കഴിഞ്ഞുപോയി, അധികാരമുള്ള രാജാക്കന്മാരായ പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഒരധികാരവുമില്ലാതെ അധ്വാനിച്ച് പണിയെടുത്ത് തൊഴിൽ ചെയ്ത് ജീവിച്ച പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. അധികാരത്തിന്റെ സോപാനങ്ങളിൽ വിരാജിച്ച പ്രവാചകന്മാരോടും അതുപോലെ തന്നെ സ്വന്തം അട്ടിക്ക് വേണ്ടി പകലന്തിയോളം പണിയെടുത്ത് ജീവിച്ച പ്രവാചകന്മാരോടും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദഅവത്ത് നടത്താനാണ്, പ്രബോധനം ചെയ്യാനാണ്. കാരണം മാറേണ്ടത് വ്യവസ്ഥിതിയല്ല, മനസ്ഥിതിയാണ്. മനുഷ്യന്റെ മനസ്സാണ് മാറേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാം അത് അവതരിപ്പിക്കുമ്പോ പറയുന്നത്, നീ വിളിക്ക്. ആരെയാ വിളിക്കേണ്ടത്? പർണശാലകളിൽ പതിയിരിക്കുന്ന പുരോഹിതനെ വിളിക്കുന്നാണോ? അതല്ല എങ്കിൽ വലിയ കിതാബോദിയ ഉസ്താദിനെ വിളിക്കൂ എന്നാണോ? അതല്ല എങ്കിൽ ഖതീബിനെ വിളിക്കൂ എന്നാണോ? അല്ല. നേരെ മറിച്ച് നിന്റെ ചുറ്റുഭാഗവും ജീവിക്കുന്ന മനുഷ്യരെ വിളിച്ച് നീ പറ, തആലൗ, വാടോ, വരൂ. തആൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തരണോ? അറബി ലോകവുമായി ബന്ധപ്പെടുന്ന ദുബൈയിലോ സൗദി അറേബ്യയിലോ ഖത്തറിലോ ഒക്കെ പോയ ആളുകൾക്ക് അറിഞ്ഞൂടെ അറബി എങ്ങനെ വിളിക്കല്? തആൽ, വാടാ. അതിന്റെ ബഹുവചന രൂപമാണ് ഖുർആൻ. തആലൗ, നിങ്ങൾ വാ, നിങ്ങൾ വരൂ. അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ റബ്ബ് നിന്നോട് പറയുന്ന കാര്യങ്ങൾ, നിനക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അതിലൊന്നാണ് ശിർക്ക് ചെയ്യരുത്. പിന്നെ പറഞ്ഞതോ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ നീ പഠിച്ചു വലുതായി വലിയ ഡോക്ടറായി, എഞ്ചിനീയറായി, LLB പാസ്സായി, MBBS പാസ്സായി, MBA പാസ്സായി, IAS പാസ്സായി, ISS പാസ്സായി, അങ്ങനെ വലിയ ജോലിയിൽ നീ വിരാജിക്കുമ്പോ അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തള്ളരുത്. നിന്നെ ഗർഭം ചുമന്ന മാതാവിന്റെ അടിവയറ്റിൽ നീ ചവിട്ടരുത്. നിന്നെ ചോര നീരാക്കി വളർത്തിയ വലുതാക്കിയ പിതാവിനെ തെരുവിൽ തള്ളരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം കേട്ടോ. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം ഭയന്ന് നീ കൊല്ലരുത് കേട്ടോ. നിന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും, അന്നം കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് നിന്റെ മക്കളെ കൊല്ലരുത്. നിനക്കും അവർക്കും ഭക്ഷണം തരുന്നവൻ നാമാണ്. മാത്രമല്ല, കാമാന്ധത ബാധിച്ചിട്ട് അവസാനം ആ അന്ധത കാബാലികനാക്കി മാറ്റി കിട്ടും. പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ പോലും വ്യഭിചാരത്തിന് വേണ്ടി എറിഞ്ഞുകൊടുത്ത 5000-ഉം 50,000-ഉം എണ്ണി വാങ്ങുന്ന, ജീവിത സൗകര്യം തേടുന്ന ശരീരക്കമ്പോളങ്ങളിലെ മനുഷ്യ പിശാചുക്കളോട് അല്ലാഹു പറഞ്ഞു, വലാ തഖറബുൽ ഫവാഹിശ മാ ലഹറ മിൻഹാ വമാ ബത്തൻ,
ഒരിക്കലും മ്ലേച്ഛതയിലേക്ക് സമീപിക്കരുത്. മ്ലേച്ഛമായ ഒരു കാര്യത്തിലേക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ നീ സമീപിച്ചു പോകരുത്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി ഒരാളെ പോലും നീ കൊല്ലരുത്. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾക്ക് മൂളയുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ട് എങ്കിൽ നിനക്ക് നാം ഇത് വസിയത്തായി നൽകുകയാണ് എന്ന് ലോകത്തിന്റെ റബ്ബ് പറയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കണം. ഭീകരവാദത്തിന്റെ ഒരു കട്ടി, ഈ ഭീകരതയുടെ ഒരു കട്ടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ഫോടനാത്മകതയുടെ ആ കട്ടി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. പ്രത്യക്ഷമായോ പരോക്ഷമായോ മ്ലേച്ഛമായ കാര്യങ്ങളെ നിങ്ങൾ സമീപിക്കരുത്. അന്യായമായി ഒരു മനുഷ്യനെ പോലും കൊല്ലരുത്. നിന്റെ മാതാപിതാക്കളോട് നന്മ കാണിക്കണം. വല്ലാത്തൊരു ഭീകരതയാണ്. ഇതിനെ പേടിക്കണ്ടേ? ഇതിനെ ഭയപ്പെടണ്ടേ? ഇനി നിങ്ങൾ നോക്കൂ, ഖുർആൻ പറഞ്ഞു വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹി അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ. കൂട്ടത്തിൽ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ അനാഥ ബാല്യങ്ങൾ ഉണ്ടാകും. അവന്റെ സമ്പത്ത് നീ കൊള്ളയടിക്കരുത്. അവര് പ്രായപൂർത്തിയാകുന്നത് വരെ, അവര് പക്വതയെത്തുന്നത് വരെ അവന്റെ സമ്പത്ത് നീ തൊട്ടുപോകരുത്. വൗഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. നീ ഒരു കച്ചവടക്കാരനാണെങ്കിൽ നിന്റെ തുലാസ് നീ കൃത്യമാക്കിക്കൊള്ളണം. ഒരു അര മണി അരി പോലും അന്യായമായി നീ പിടിച്ചു വെക്കരുത്. നീ ഒരു മധ്യസ്ഥനാകേണ്ടി വന്നാൽ, ജഡ്ജിയാകേണ്ടി വന്നാൽ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ പോലും, കുടുംബക്കാരന്റെ വിഷയത്തിൽ പോലും ഒരിക്കലും അന്യായത്തിന് കൂട്ടുനിൽക്കരുത്. നീതി പാലിച്ചോണം. അള്ളാഹുവിന്റെ കാര്യത്തിൽ കൃത്യമായി നീ മാന്യത കാണിക്കണേ, നീതി പുലർത്തണേ. നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ, ഓർക്കുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണിത്. ഇത്രയും കാര്യം എണ്ണിപ്പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഴിയെ ചൂണ്ടി പറയാൻ, ആ വഴിയെ ചൂണ്ടി പ്രഖ്യാപിക്കുവാൻ പ്രവാചകനോട് പോലും അല്ലാഹു പറഞ്ഞത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. നാം വിശദീകരിച്ചു വന്നത് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെച്ച ആശയങ്ങൾ വളരെ വ്യക്തമാണ്. ശിർക്കെന്ന പാതകത്തിനെതിരെ, മാതാപിതാക്കളോട് അന്യായം ചെയ്യുന്നതിനെതിരെ, സ്വന്തം ചോരയിൽ പിറന്ന മക്കളെ കൊല്ലുന്നതിനെതിരെ, പ്രത്യക്ഷമായോ പരോക്ഷമായോ മ്ലേച്ഛവൃത്തികളെ സമീപിക്കുന്നതിനെതിരെ, അന്യായമായി മനുഷ്യരെ കൊല്ലുന്നതിനെതിരെ, അനാഥയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനെതിരെ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെതിരെ, കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി സ്വജനപക്ഷപാതിയായി അവർക്ക് വേണ്ടിയിട്ട് നീതിയെ കുടിച്ചു മൂടുന്നതിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബിയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു പറയുന്നത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഇതാണ് എന്റെ വഴി. അതാ ഞാൻ പറഞ്ഞു, ഒരു രഹസ്യാന്വേഷണ കമ്മീഷന്റെയും ആവശ്യമില്ല ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. ഇത് തെളിച്ചമുള്ള ആദർശമാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഇതാണ് എന്റെ വഴി. ഫത്തബിഉ. പ്രവാചകനോട് പറയാനല്ല കൽപ്പിക്കുകയാണ്, ഈ വഴി നിങ്ങൾ പിൻപറ്റ്. വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി. വേറെ ഒരു വഴിയുടെ പിന്നാലെയും നിങ്ങൾ പോകണ്ട, വേറൊരു മാർഗത്തിന്റെ പിന്നാലെയും നിങ്ങൾ പോകേണ്ട. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ, തഖ്വയുള്ളവരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഇതുകൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, വസിയ്യത്താണിത്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്നവർക്ക് നന്നായി മനസ്സിലാവും. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഉപദേശമല്ല, ഒരൽപ്പം ഗൗരവമുള്ള സംഗതിയാണ്. അള്ളാഹുവിന്റെ വസിയ്യത്താണ്. നിങ്ങൾക്ക് തഖ്വ ഉള്ളവരാകണമെങ്കിൽ, നിങ്ങൾ ദിക്റുള്ളവരാകണമെങ്കിൽ, നിങ്ങൾ അഖ്ലുള്ളവരാകണമെങ്കിൽ ഈ കാര്യങ്ങൾ പാലിക്കണം എന്നത് അള്ളാഹുവിന്റെ വസിയ്യത്താണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഹാനായ റസൂലുള്ളാഹിയുടെ അന്തിമോപദേശങ്ങളെ ആരെങ്കിലും കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള ഈ ആയത്തുകൾ ഓതി നോക്കട്ടെ. കാരണം ഇതാണ് ഇസ്ലാമിന് ലോകത്തോട് പറയാനുള്ളത്. ഇതിനെ പേടിക്കണമെന്നാണ് ചിലർ പറയുന്നത്.
അല്ല, ഇതിനെയാണ് ചിലർ പേടിക്കുന്നത്. അതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് പേരിട്ടത്. ഇതിനിപ്പോ ആരാ പേടിക്കണ്ട്? ഇതിനെ ആരാണ് ഭയപ്പെടേണ്ടത്? ഇത് നടപ്പാക്കാൻ വേണ്ടി ഏത് സ്ഫോടന നടത്തേണ്ടത്? ഇത് നടപ്പാക്കാൻ വേണ്ടി എന്തിനാ ചാവേറുകൾ സൃഷ്ടിക്കപ്പെടേണ്ടത്? സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണ് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ഒളിച്ചു നടക്കേണ്ടവരോ തലകുനിച്ച് നടക്കേണ്ടവരോ അല്ല. നമ്മുടെ അഭിമാനം, നമ്മുടെ ഇസ്സത്ത് അത് മനോരമക്കാരന്റെ കയ്യിലോ മാതൃഭൂമിക്കാരന്റെ കയ്യിലോ അല്ല. ഏതെങ്കിലും ഒരു പത്രമുതലാളിയുടെ കയ്യിലാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തുള്ളത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ധാരണ പിഴുതെറിഞ്ഞോ. ഒരു പത്രമുതലാളിയുടെയും കയ്യിലല്ല മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തുള്ളത്. ലോകത്തുള്ള സർവ്വപത്രങ്ങളും സർവ്വ മീഡിയകളും ഒരുപോലെ ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഒന്നിച്ചണിനിരന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിലനിർത്തിയ ഒരു സംവിധാനമുണ്ട്. ഒരു പത്രമുതലാളിക്കും തകർക്കാൻ കഴിയാത്ത, ഒരു കുത്തക മുതലാളിക്കും തകർക്കാൻ കഴിയാത്ത സംരക്ഷണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിലനിർത്തിയ അവന്റെ ഒരു മാധ്യമമുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഞാനിത് സംരക്ഷിക്കുമെന്ന് അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. ഇതിനെ ഞാൻ സംരക്ഷിക്കും. കാരണം ഇത് മൂല്യവത്താണ്, ഇത് രേഖയാണ്. ഈ രേഖ നഷ്ടപ്പെടൂല, നഷ്ടപ്പെടാൻ സമ്മതിക്കൂല. ആരെല്ലാം ഒന്നിച്ച് വിചാരിച്ചാലും, ആരെല്ലാം തന്നെ ഐക്യപ്പെട്ടാലും ഈ മൂല്യവത്തായ രേഖയെ തകർക്കാൻ കഴിയില്ല എങ്കിൽ ഖുർആനാകുന്ന ആ വേദഗ്രന്ഥത്തെ നശിപ്പിച്ചില്ലാതാക്കാൻ സാധിക്കുകയില്ല എങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന് ഒരിക്കലും കാവലിരിക്കണ്ട. അങ്ങനെയുണ്ട് ചില ആളുകൾ, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന് കാവലിരിക്കുന്ന കുറെ മനുഷ്യന്മാര്. വേണ്ട സഹോദര, അങ്ങനെ ആരും കാവലിരിക്കണ്ട. ഇവിടെ ആ കാവലിരുത്തം ഒരുപാട് അപകടം ചെയ്തിട്ടുണ്ട് മുസ്ലിം ഉമ്മത്തിന്. ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷകരായി കടന്നു വരുന്ന ചില ആളുകൾ, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി കാവലിരിക്കുന്ന ചില ആളുകൾ, ആ ഒരു ഇസ്സത്തിന് കാവലിരിക്കുന്ന ഒരാളെയും ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമില്ല, മുസ്ലിം ഉമ്മത്തിന് ആവശ്യമില്ല. മുസ്ലിം ഉമ്മത്ത് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം, ഹസ്ബിയല്ലാഹ് ഔ ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹ് മതി. അത് വെറുതെ പറയുന്നതല്ല, അത് കേവലം ഒരു പ്രഖ്യാപനമല്ല, നേരെ മറിച്ച് ഹൃദയത്തിൽ തട്ടിപ്പറയുന്ന വാക്കാണത്. ഞങ്ങൾക്ക് അല്ലാഹ് മതി. അവന്റെ സംരക്ഷണത്തിന് കീഴിലാണ് മുസ്ലിം ഉമ്മത്തുള്ളത്. ആ സംരക്ഷണത്തെ മാത്രമാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത്. ആ സംരക്ഷണ കവചത്തെ മാത്രമാണ് വിശ്വാസികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉറക്കെ പറയാണ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. പിന്നെന്താ ഇവിടെ പ്രശ്നം? പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ഒരുത്തന്റെയും കഴുത്തിന് പിടിക്കാൻ പോകണ്ട, ഒരുത്തന്റെയും കഴുത്തിൽ കടാര വെക്കാൻ പോകണ്ട, ഒരുത്തനെയും ബോംബെറിയാൻ പോകണ്ട, ഒരിടത്തും പോയി ചാവേറാകണ്ട. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ ആദർശം ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞാൽ മതം മാറ്റുണ്ടാവും. ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം അതാണല്ലോ, മതം മാറുന്നു, ആളുകൾ മതം മാറുന്നു. സഹോദരങ്ങളെ, ഒരാൾ മതം മാറുന്നത് ആർക്കാ തടയാൻ പറ്റുക? പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത്. കാരണം ഇന്ത്യൻ ഭരണഘടന അതിന്റെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചത്, ഒരു മനുഷ്യന് ഇന്ത്യൻ ഭരണം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് ഇന്ത്യൻ ഭരണം കൊടുക്കുന്ന അവകാശത്തിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കപ്പെട്ടത് അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ഇഷ്ടമുള്ള മതം, എനിക്ക് ഇഷ്ടമുള്ള മതം എനിക്ക് സ്വീകരിക്കാം. ആ മതത്തിനനുസരിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാമെന്ന് മാത്രമല്ല, അതെനിക്ക് പ്രബോധനം ചെയ്യാം. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമുള്ള അവകാശമല്ല. ഈ നാട്ടിൽ ഹൈന്ദവരുണ്ടെങ്കിൽ, ഈ നാട്ടിൽ ക്രൈസ്തവരുണ്ടെങ്കിൽ, ഈ നാട്ടിൽ പാഴ്സികളുണ്ട് എങ്കിൽ, ഈ നാട്ടിൽ ബൗദ്ധരുണ്ട് എങ്കിൽ, ഈ നാട്ടിൽ യുക്തിവാദികളുണ്ടെങ്കിൽ, ഈ നാട്ടിൽ ഭൗതികവാദികളുണ്ട് എങ്കിൽ,
അവരവർ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകളെ സ്വീകരിക്കുവാനും ആചരിക്കുവാനും അതുറക്കെ പറയുവാനും ഉള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതി വെച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും പൗരാവകാശമായി എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് എങ്കിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇന്ന് വരെ ചോദ്യം ചെയ്യപ്പെടാതെ പരിപാലിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്, നിയമവ്യവസ്ഥയാണിത് എങ്കിൽ അതിന്റെ പേരിൽ ഒരാളെ ക്രൂശിക്കണോ? ഇപ്പൊ മതം മാറിയത് ആരൊക്കെയാണെന്ന് അന്വേഷിക്കുക, അവരുടെ ലിസ്റ്റ് എടുക്കുക. ആരൊക്കെ മതം മാറിയത്, ആരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്, ആരൊക്കെ മുസ്ലിമായത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അതിന്റെ നിയമവ്യവസ്ഥ, അതിന്റെ ഭരണവ്യവസ്ഥ, അതിന്റെ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഭരണകൂട വ്യവസ്ഥയിൽ നിർബന്ധമായും പാലിക്കേണ്ട കണിശമായ നിയമങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടവരല്ലേ? ആ കണക്കെടുപ്പിന് എന്താ അർത്ഥമുള്ളത്? എത്ര ആളുകൾ മുസ്ലിമായി, എത്ര ആളുകൾ മുസ്ലിമായിരുന്ന ആളുകൾ, എത്ര പേര് ഹിന്ദുവായി, എത്ര ആളുകൾ ക്രിസ്ത്യാനികളായി? ആ കണക്കെടുപ്പിന് എന്താ അർത്ഥമുള്ളത്? പക്ഷെ ഇന്ന് വളരെ വ്യാപകമായി കണക്കെടുപ്പ് നടക്കുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ മുഴുവനും അവരൊന്നുകിൽ IS ആണ്. ആരാ പറഞ്ഞത് അവർ IS ആണ് എന്ന്? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ IS ആണ് എന്ന് പറയുന്നത്? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭീകരവാദികളാണ് എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ജഡ്ജി ആരാ? ഇവിടുത്തെ നിയമപാലകനാരാ? ഇവിടുത്തെ SI ആരാ? ഇവിടുത്തെ സർക്കിൾ ആരാ? ഇവിടുത്തെ കോടതി ആരാ? വളരെ കൃത്യമായി കണിശമായി മുസ്ലിം ഉമ്മത്ത് ബോധത്തോടുകൂടി തന്നെ സമൂഹ മധ്യത്തിൽ ഇറങ്ങി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഒരു പത്രക്കാരനും ഇവിടുത്തെ ജഡ്ജിയല്ല, അവരല്ല വിധി പറയേണ്ടത്, പത്രമല്ല, മീഡിയയല്ല വിധി പറയേണ്ടത്. ഇവിടെ പേനെടുക്കുക, എഴുതേണ്ട പിടിപ്പിക്കണേ. അവനവന് വേണ്ടി ഓരോ പത്രങ്ങളും നമുക്കറിയാം, അവനവൻ ചേരി എന്നാണ് അതിന് പറയേണ്ടത്. നീതിക്ക്, നന്മക്ക്, ന്യായത്തിന് എന്നൊക്കെയാണ് പരസ്യവാചകം. പക്ഷേ അവനവന്റെ ആമാശയ വ്യവസ്ഥക്കനുസരിച്ചുകൊണ്ട് മാത്രമാണ് അവന്റെ കൈകൾ ചലിക്കുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് ഒരു നീതിയും ഒരു ന്യായബോധവും ഒരു തരത്തിലുള്ള നന്മയും ഈ പറയുന്ന മാധ്യമ സംവിധാനങ്ങൾക്കില്ലാതെ പോകുമ്പോ മാധ്യമങ്ങൾ ജഡ്ജിയാകുന്ന, അവർ തീരുമാനം പറയുന്ന, അവർ ഭീകരവാദികളെ ഉണ്ടാക്കുന്ന, അവർ കുറ്റവാളികളെ വിധിക്കുന്ന, അവർ ശിക്ഷ വിധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരു സമൂഹം നീങ്ങിപ്പോകുന്നുവെങ്കിൽ അത് അപകടകരമാണ്. രാവിലെ കിട്ടുന്ന പത്രത്തിലാണ് നമ്മൾ ജഡ്ജിമെന്റ് വായിക്കുന്നത്. ഇതെന്ത് ജഡ്ജിമെന്റാ? വളരെ കൃത്യമായി പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രലോഭനം മുഖേനയോ പ്രകോപനം മുഖേനയോ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ദൃഷ്ട്യാ അഥവാ മതത്തിന്റെ നോട്ടത്തിൽ അവൻ കുറ്റവാളിയാണ്. പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഒരാൾ മുസ്ലിം ആയിട്ടുണ്ട് എങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവന്റെ ആ മതം ഇസ്ലാം സ്വീകരിച്ച ആ നടപടി, ആ നിലപാട് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. കുറെ പൈസ തരാം, നീ മതം മാറോ എന്ന് ചോദിക്കുമ്പോ ഒരാളാ ഞാൻ മതം മാറാന്ന് പറഞ്ഞ അവരെയൊക്കെ സ്വീകരിക്കുന്ന ഒരു മതമാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വില ഉണ്ട് ഈ മതത്തിന്. കാരണം 2 ലക്ഷം തരാം എന്ന് പറയുമ്പോ മുസ്ലിം ആകുന്നവൻ 4 ലക്ഷം തരാം എന്ന് പറയുമ്പോ ജൂതനാവൂല്ലേ? ആ ഒരു വ്യവസ്ഥക്ക് വല്ല സ്വീകാര്യതയുണ്ടോ? ഇല്ലല്ലോ. പ്രലോഭനം മുഖേനയോ പ്രകോപനം മുഖേനയോ ഒരുത്തരം മതം മാറ്റിയാൽ ഇന്ത്യൻ നിയമപ്രകാരവും അത് തെറ്റാണ്. അങ്ങനെ മതം മാറ്റാൻ അവകാശമില്ല ആർക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും മതം മാറ്റിയാൽ അത് കുറ്റമാണ്, തെറ്റാണ്, നിയമത്തിനെതിരാണ്. അപ്പൊ അത്തരം ഒരു മതം മാറ്റം എവിടെങ്കിലും നടന്നോ എന്ന് അന്വേഷിക്കാം. അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് അതിനുള്ള ശിക്ഷ വിധിക്കാം. പക്ഷെ ഇന്ന് വളരെ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. എന്ത്? നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളും മതം മാറിക്കൂടാ. എങ്കിൽ ആദ്യം തിരുത്തി കുറിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അത് പരസ്യമായിട്ട് പറ, ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന മാറ്റിയിരിക്കുന്നു, ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ പൊളിച്ചെഴുതിയിരിക്കുന്നു.
അല്ലെങ്കിൽ ആ ഇന്ത്യന്റെ ഭരണഘടനയെ ഞങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞിരിക്കുന്നു പറ. അത് പറയോ? ഇല്ല, ഞങ്ങളുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. പക്ഷെ ആരും മതം മാറരുത്. ഇത് ഭരണഘടന? ഇത് ഏത് ഭരണഘടനയാ? മതം മാറാൻ അവകാശമുണ്ട് ഇന്ത്യ രാജ്യത്ത്. മുസ്ലിമായി നടന്നോ ചിലപ്പോ ക്രിസ്ത്യാനി എന്ന് വരും, ഒരു ക്രിസ്ത്യാനി ഹിന്ദുവായി എന്ന് വരും, ആ ഹിന്ദു ചിലപ്പോ മുസ്ലിമായി എന്ന് വരും. അതിന് വ്യക്തിപരമായി ഇന്ത്യ രാജ്യത്ത് ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യം ഭരണഘടന എഴുതി കൊടുത്തതാണ്, ആരുടെ ഔദാര്യമല്ല. പക്ഷേ ഇന്ന് ആ ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച നിയമത്തെ പോലും ചോദ്യം ചെയ്യുന്നു. ആര്? മുത്തശ്ശിപ്പത്രങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് അപകടകരമാണ്. ഇതൊരിക്കലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം മൂന്നാമത്തെ ഇതിന്റെ ഒരു വശം. അതെന്താ? ചില ആളുകളെ കാണുന്നില്ല. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? സുകുമാരക്കുറിപ്പ് എവിടെ? IS ആണോ? സുകുമാരക്കുറിപ്പ് എവിടെ? കാണാനിട്ട് എത്ര കാലായി? നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചാൽ ഒപ്പം IS ചേർന്നു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കുറെ ആളുകളെ കാണാതെ പോവാ. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഈ കാണാതെ പോണ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി ചേരാന്ന് ആരാ പറയുന്നത്? അതും തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിലെ പത്രങ്ങളാ. ഇവരിങ്ങോട്ട് എഴുതാണ് രാവിലെ, അവിടുന്ന് ഫോൺ, ഇവിടുന്ന് ഫോൺ, മറ്റേ ആൾ വിളിച്ചു പറഞ്ഞു, മറിച്ചാൾ വിളിച്ചു പറഞ്ഞു, അവിടെ ഇപ്പൊ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട പോലെ ഇങ്ങോട്ട് എഴുതി പിടിപ്പിക്കുകയാണ്. ഇത് വായിച്ചിട്ട് ഇങ്ങനെ രാവിലെ കട്ടൻ ചായ അടിച്ചിട്ട് ഇങ്ങനെ നെഞ്ചിടിക്കുകയാണ്. പടച്ചോനെ, IS ഇവിടെ എത്തിയോ? നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. ഒരു മനുഷ്യനെ കണ്ടില്ലെങ്കിൽ നന്നായിട്ട് അന്വേഷിക്കണം. ചിലപ്പോൾ വിമാനമൊക്കെ കാണാതെ പോകും. മലേഷ്യ വണ്ടി വിമാനം കാണാം, എങ്ങോട്ട് പോയി? കുറെ മനുഷ്യന്മാരുണ്ടതില്ലേ. ഇവരൊക്കെ എവിടെ പോയതാ? അപ്പൊ കുറെ മനുഷ്യരെ കാണാതെ പോകുന്നു. കാണാതെ പോകുന്ന ആളുകളെ അന്വേഷിക്കണം, എന്നിട്ട് കണ്ടുപിടിക്കണം, പുറത്തു കൊണ്ടുവരണം. ചില ആളുകളെ എത്ര അന്വേഷിച്ചാലും കാണും അവിടെ സുകുമാരക്കുറിപ്പിനെ പോലെ. അവരൊക്കെ എവിടെയോ മുങ്ങി നടക്കുക. അവരെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കണം. ഇനി ഒരാള് രാജ്യദ്രോഹം ചെയ്തു എന്നാണോ കണ്ടെത്തിയത്? ഒരു സെക്കൻഡ് വിടാതെ, ഒരു സെക്കൻഡ് അവന് ഇവിടെ ജീവിക്കാൻ അവകാശം നൽകാതെ ഈ സമൂഹത്തിന്റെ മുന്നിൽ, ഇന്ത്യൻ ജനതയുടെ മുന്നിൽ അവനെ തൂക്കിലേറ്റണം. സംശയമില്ല, രാജ്യദ്രോഹം ചെയ്യുന്നവന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല. ഒരു രാജ്യത്തും ജീവിക്കാൻ അവകാശമില്ല. രാജ്യദ്രോഹിയെ ഒരിക്കലും ഒരു രാജ്യവും അംഗീകരിക്കേണ്ടതില്ല. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ നിയമം ഒരു ഭാഗത്ത് നിൽക്കുമ്പോ, അന്വേഷണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോ, ജഡ്ജിമാര് വിധി പറഞ്ഞു തീരുമാനമെടുത്ത് ആകെ പ്രശ്നമാക്കി. ചില ആളുകൾ സംരക്ഷണം ചുമയുന്നു, വേറെ ചില ആളുകൾ ബഹളം വെക്കുന്നു, വേറെ ചില ആളുകൾ കമന്റ് പറയുന്നു. ഇതെന്ത് ലോക? ഇവിടെ നീതിയും നന്മയും ന്യായവും വ്യവസ്ഥയും വ്യവസ്ഥിതിയും ഒന്നുമില്ല. വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല. മുസ്ലിങ്ങളാണെന്ന് ആയിരിക്കും അവർ പറയാ. അതിന്റെ പുറത്തേക്ക് ചാടിപ്പോകുന്ന ആളുകളുണ്ട്. ആ ചാടിപ്പോകുന്ന ആളുകളുടെ വേലിച്ചാട്ടമല്ല ഇസ്ലാം. മതത്തിന് പുറത്തേക്ക് ചാടിപ്പോകുന്നവന്റെ ആ ചാട്ടമല്ല ഇസ്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാം ഒരു വഴിയാണ്. ഇതാണ് എന്റെ വഴി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന നേരിന്റെ ഒരു വഴി. ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ വഴി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വഴി വ്യക്തമാണ്. ആ വഴിയിൽ ഇരുളില്ല. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മുസ്ലിം ഉമ്മത്ത് ആരെയും പേടിക്കൂല എന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്തിന് ഭയമില്ല എന്ന് പറയാൻ കാരണം കളവ് നടത്തുന്നവൻ പേടിച്ചാൽ മതി, അനീതി ചെയ്യുന്നവൻ പേടിച്ചാൽ മതി, കൈക്കൂലി വാങ്ങിയവൻ പേടിച്ചാൽ മതി, കരിഞ്ഞെന്ന് നടത്തുന്നവൻ പേടിച്ചാൽ മതി, ഭീകരവാദി പേടിച്ചാൽ മതി. മുസ്ലിം ഉമ്മത്തിന് എന്തിനാ പേടിക്കണേ? മുസ്ലിം ഉമ്മത്ത് എന്തിനാ ഭയപ്പെടുന്നത്? മുസ്ലിം ഉമ്മത്തിന് ഭയമില്ല, പേടിയില്ല. അതുകൊണ്ട് കാവൽക്കാരും വേണ്ട, ഈ കാവൽക്കാരും വേണ്ട. മുസ്ലിം ഉമ്മത്തിന് കാവൽ നിൽക്കാൻ ആരും വേണ്ട. മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷണ കവചം ഏറ്റെടുത്തിട്ട് ആരും വരണ്ട. ഇത് പേടിയില്ലാത്തൊരു ജനതയാണ്. കാരണം ഇവിടെ കളവില്ല, ചതിയില്ല, വഞ്ചനയില്ല, രാജ്യദ്രോഹമില്ല, ഭീകരതയില്ല, തീവ്രവാദമില്ല.
നേരെ മറിച്ച് മുസ്ലിം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം, അത് 2ാം ക്ലാസ്സിൽ ഞാൻ ഓതാൻ പോയപ്പോ പഠിച്ചു. അത് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രായപൂർത്തിയാകാൻ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. ഒരു മുസ്ലിം ആഗ്രഹിക്കുന്ന നാട്, ആ നാട് മനസ്സിൽ രൂപപ്പെടുത്താൻ എനിക്ക് സാമൂഹ്യ ശാസ്ത്രം പഠിക്കേണ്ടി വന്നിട്ടില്ല. ഒരു മുസ്ലിം ആഗ്രഹിക്കുന്ന ഒരു നാട്, ആ നാടിനെ കുറിച്ചുള്ള ചിത്രം മനസ്സിൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ പ്രഭാഷണം കേൾക്കേണ്ടി വന്നിട്ടില്ല. ഒരു മുസ്ലിം ആഗ്രഹിക്കുന്ന നാട്, അത് മനസ്സിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭരണഘടന വായിച്ചു പഠിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. നേരെ മറിച്ച് 2ാം ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിന്റെ ആദ്യ പാഠങ്ങൾ ഓതി പഠിച്ചപ്പോ എന്റെ മനസ്സിൽ രൂപപ്പെട്ടു എന്റെ രാജ്യത്തെ കുറിച്ച് എന്റെ സങ്കല്പം. ആ സങ്കല്പം ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. 2ാം ക്ലാസ്സിൽ എന്റെ ഉസ്താദ് അല്ലാഹുവിന്റെ കലാമായി എനിക്ക് ഓതി തന്ന വാചകാത്. ഈ വാചകം അറിയാത്തൊരു മുസ്ലിം ഇവിടെ ഇല്ല. ഈ ആയത്ത് അറിയാത്ത ഒരൊറ്റ മുസ്ലിം ഇല്ല. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ വിശുദ്ധമായ ഈ കഅബാലയത്തിന്റെ റബ്ബിനെ മാത്രം ആരാധിക്കട്ടെ. ആരാണ് റബ്ബ് എന്നറിയോ? അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. വിശപ്പിന് ഭക്ഷണം തന്നവനാണവൻ, ഭയം മാറ്റി നിർഭയത്വം തന്നവനാണവൻ. ചാവേറുകളെ സൃഷ്ടിച്ച് പേടിയുണ്ടാക്കിയവനല്ല, ഒരാളെ കൊന്ന് 1000 പേരെ പേടിപ്പിക്കുന്നവനല്ല. നേരെ മറിച്ച് വആമനഹും മിൻ ഖൗഫ്, എല്ലാവിധ ഭയാശങ്കകളും പേടിയും മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നിർഭയത്വം തന്നവനാണ് എന്റെ റബ്ബ്. പേടി മാറ്റി തന്നവനാണ് എന്റെ റബ്ബ്, പേടിപ്പിച്ചവനല്ല എന്റെ റബ്ബ്. നേരെ മറിച്ച് എന്റെ മനസ്സിന്റെ ഭയാശങ്കകളെ നീക്കി തന്നവനാണ് എന്റെ റബ്ബ്. ആ ആശങ്കയില്ലാത്ത നിർഭയത്വമുള്ള ഒരു നാട്, ആ നാട് ആയിരിക്കണം എന്റെ നാട് എന്ന് ആഗ്രഹിക്കുന്നവനാണ് മുസ്ലിം. ആഗ്രഹിക്കണമെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ അതിന്റെ പേരിൽ അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവനാ മുസ്ലിം. ആ മുസ്ലിമിനോട് വന്നിട്ട് ഒരുത്തരും രാജക്കൂറ് പഠിപ്പിക്കണ്ട. ഇടക്കിടക്ക് ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണമെന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പൊ മുസ്ലിങ്ങളെ രാജക്കൂറ് പഠിപ്പിക്കാൻ വല്ലാത്ത പൂതിയ. ചില ആളുകളെ നമ്മളെ രാജക്കൂറ്, നമുക്ക് ആരും രാജക്കൂറ് പഠിപ്പിക്കണ്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്, നിങ്ങൾ ആരും ഉപദ്രവിക്കണ്ട, നിങ്ങൾ ആരും സേവിക്കുകയും വേണ്ട. ചില ആളുകൾ രാജക്കൂറ് പഠിപ്പിക്കേണ്ട ഖുർആൻ ഓതിപ്പടിച്ചു സൂറത്തുൻ നഹ്ലിൽ. എന്താ രാജക്കൂറ് എന്നറിയോ? വളറബല്ലാഹു മതല ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. ഖുർആനിലെ ആയത്താണ്. ഒരു മുസ്ലിമിന് അല്ലാഹു ഓതി കൊടുക്കുകയാണ്. ആ മുസ്ലിമിനോട് പറയാണ്, ലോകത്തോട് വിളിച്ചു പറയടാ, എന്താ നമ്മുടെ ആദർശമെന്നറിയോ? എന്താ നമ്മുടെ നിലപാടെന്നറിയോ? ലോകത്തിന്റെ റബ്ബ് പഠിപ്പിക്കുന്ന ആശയം എന്താണെന്നറിയോ? ഏതൊരു രാജ്യത്തെ കുറിച്ചാ റബ്ബ് പറയുന്നതെന്നറിയോ? വദറബല്ലാഹു മസല, അല്ലാഹ് നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണ്, ഉപമ പഠിപ്പിച്ചു തരികയാണ്. എന്താണ് റബ്ബ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്? ഖറിയതൻ, ഒരു രാജ്യത്തെ, ഒരു നാടിനെ. ആ നാടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ മകാനത് ആമിനതൻ മുത്മഇന്ന, ആ നാട്ടിലുള്ള ആളുകൾ നിർഭയരാണ്, അവർ സമാധാന ചിത്തരാണ്, കലാപമുണ്ടാക്കുന്നവരല്ല, കരിഞ്ഞെന്ന് നടത്തുന്നവരല്ല, അഴിമതി നടത്തുന്നവരല്ല, പീഡിപ്പിക്കുന്നവരല്ല, പ്രകോപനമുണ്ടാക്കുന്നവരല്ല. നേരെ മറിച്ച് കാനത് ആമിനതൻ മുത്മഇന്ന, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും നിർഭയരാണ്, സമാധാന ചിത്തരാണ്. യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഴിക്കും ആ നാട്ടിലേക്ക് അന്നമിറക്കി കൊടുക്കുന്നു, ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ആ നാട്ടിലുള്ള ആളുകൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സ്വസ്ഥതയോടെ അവർ ജീവിക്കുന്നു. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആ നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന, ആ നാടിന്റെ സമാധാനം അനുഭവിക്കുന്ന ആ നാട്ടിലെ ജനത ഫകഫറത് ബിഅൻഉമില്ലാഹ്, ആ സമാധാനത്തിന്റെ പേരിൽ അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം, ആ നന്ദിക്ക് പകരം ആ ജനത നന്ദികേട് കാണിച്ചു പോയി.
ആ നാട്ടുകാർ അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ടതിന് പകരം നന്ദികേട് കാണിച്ചപ്പോ ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നന്ദികേട് കാണിച്ചതുകൊണ്ട് അവർക്ക് പുതപ്പിച്ചു കൊടുത്തു. എന്താ പുതപ്പിച്ചതെന്നറിയുമോ? ലിബാസൽ ജൂഇ വൽ ഖൗഫി, ദാരിദ്ര്യത്തിന്റെ കുപ്പായം, അതുപോലെ തന്നെ ഭയത്തിന്റെ കുപ്പായം അവർക്ക് അല്ലാഹു പുതപ്പിച്ചു കളഞ്ഞു. ബിമാ കാനൂ യസ്നഊൻ, അവരുടെ ചെയ്തികൾ കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം അസമാധാനത്തിലായാൽ, ഖൗഫിലായാൽ, പേടിയിലായാൽ മനസ്സിലാക്കണം അവൻ നന്ദികേട് കാണിച്ചിട്ടുണ്ട്. സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു നാട്ടിലെ മുസ്ലിം അസമാധാനത്തിലായാൽ മനസ്സിലാക്കണം റബ്ബിനോട് നന്ദികേട് കാണിച്ചിട്ടുണ്ട്. നിർഭയത്വമുള്ള ഒരു നാട്ടിൽ, സമാധാനമുള്ള ഒരു നാട്ടിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദികേട് കാണിക്കുന്ന ആളുകൾ അവരെ അല്ലാഹു ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട് ശിക്ഷിക്കുമെന്ന് ഖുർആൻ. ഇതൊരു മുസ്ലിം ആഗ്രഹിക്കുവോ? ആഗ്രഹിക്കില്ല. ഇതൊരു മുസ്ലിം കൊതിക്കോ? കൊതിക്കൂല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുമ്പോൾ, മുസ്ലിം എന്ന് പറയുമ്പോൾ, അതിന്റെ പ്രബോധനം എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട, പേടിപ്പിക്കുകയും വേണ്ട. ഇസ്ലാമിക ദഅവത്ത് പ്രബോധനം എന്ന് പറയുമ്പോൾ അത് ആരും പേടിക്കണ്ട, പേടിപ്പിക്കുകയും വേണ്ട. കാരണം അത് നമ്മുടെ റൈറ്റാണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശം നമുക്ക് ഭരണഘടനാപരമായി തന്നെ എഴുതി കിട്ടിയതാണ്. ഇനി അതിനെതിരെ ഒരാൾ പറഞ്ഞാലോ, ഇതിനെതിരെ ഒരാൾ സംസാരിച്ചാലോ, അങ്ങനെയാണ് ചില ആളുകൾ. ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകള് അവരെ വിശുദ്ധ ഖുർആന്റെ ആള്, മതത്തിന്റെ ആള്, ഖുർആന്റെ സുന്നത്തിന്റെ ആള്, സലഫി, നീണ്ട താടി എന്നൊന്നും പറയണ്ട. അവൻ കാലട്ടത്തോളം താടി നീട്ടിക്കോട്ടെ, മുട്ടോളം കയറ്റിയിട്ട് വസ്ത്രം ധരിച്ചോട്ടെ, വെള്ള വസ്ത്രം തന്നെ 24 മണിക്കൂറും ഉപയോഗിച്ചോട്ടെ, തലയിൽ തൊപ്പി മാത്രമല്ല വലിയൊരു തലയെക്കെട്ടും കെട്ടിക്കോട്ടെ. ഇസ്ലാമിന്റെ ലേബൽ അവന് ചാർത്തരുത്, ഇസ്ലാമിന്റെ ലേബൽ അവന് ചാർത്തിക്കൊടുക്കരുത്. കുഴപ്പമുണ്ടാക്കുന്ന, ഫസാദുണ്ടാക്കുന്ന ആളുകൾ അവരെ ഖുർആൻ തന്നെയാണ് ആദ്യം വിമർശിച്ചത്. ഖുർആൻ തന്നെയാണ് ആദ്യം വിമർശിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാ പറഞ്ഞത്, പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എഴുതി, ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി, അങ്ങനെ പൊലിപ്പിച്ച് അവിടെ പൊലിപ്പിച്ചിട്ട് പ്രയാസം ഉണ്ടാക്കണ്ട. ഇതിനൊക്കെ പരിഹാരം ഉള്ള ഒരു ജനതയത്. ഏത് തരത്തിൽ അതിന് വിട്ട ചിന്ത കടന്നു വന്നാലും അതിനെ നേരിടാൻ കപ്പാസിറ്റി ഉള്ള കഴിവുള്ള ഒരു സംഘം ഇത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ ആര് ഭരിക്കണം വലിയൊരു ചർച്ചയായിരുന്നു. ഇന്ത്യ എങ്ങനെയാകണം, ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണം. കാരണം ബ്രിട്ടീഷുകാർ പോകാൻ ഒരുങ്ങാൻ, ബ്രിട്ടീഷുകാർ നാടുവിടാൻ ഒരുങ്ങാൻ. ഇനിയുള്ള ഭാവി ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന ചിന്ത വന്നപ്പോ അന്ന് ആ കാലത്ത്, അഥവാ ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെടുന്നതിന് മുമ്പ്, ഇന്ത്യൻ റിപ്പബ്ലിക് രൂപപ്പെടുന്നതിന് മുമ്പ് 2 ചിന്താധാര കടന്നു വന്നു. ഒന്നെന്തായിരുന്നു? ഹാക്കിമിയത്തുള്ള എന്ന് പറഞ്ഞാൽ IS, ഇസ്ലാമിക് സ്റ്റേറ്റ്. അതായിരുന്നു അന്നുണ്ടായ ഒരു വാദം. ഇപ്പുറത്തോ അത് പറ്റൂല, രാമരാജ്യം. ഇത് രണ്ടും മതത്തിന്റെ 2 സിംബലാ. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒച്ചുണ്ടാക്കണോ? എനിക്കൊച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി ആ ഗാന്ധിജി ആഗ്രഹിച്ചത് രാമരാജ്യമാണ്. ഗാന്ധിജിയുടെ രാമരാജ്യം, ആ രാമരാജ്യം എന്ന സങ്കല്പത്തെ ഞാൻ എതിർക്കേണ്ട കാര്യമില്ല. കാരണം ആ രാമരാജ്യത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധരും ജൂതനും ഒക്കെയുണ്ട്. ആ രാമരാജ്യത്തിൽ അഹിംസയുണ്ട്. ആ രാമരാജ്യത്തെ ഞാൻ എതിർക്കണോ? വേണ്ട. എന്നാൽ ആ രാമരാജ്യമായിരുന്നില്ല, നേരെ മറിച്ച് ഹെഡ് ഗവാറിനെ പോലെയുള്ള ആളുകൾ രൂപപ്പെടുത്തിയ രാമരാജ്യം, മനുസ്മൃതിയെ ഭരണഘടനയാക്കുന്ന രാമരാജ്യം, ആ രാമരാജ്യമാക്കണമെന്ന ഒരു വാദം ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. ഇന്ത്യൻ മനസ്സ് ഒന്നിച്ചതിനെ എതിർത്തു. ശരിയല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യയിലല്ലേ അത് സംഭവിച്ചത്?
അതുപോലെ തന്നെ ഹുക്കൂമത്ത് ഇലാഹി എന്ന വാദം ആ കാലഘട്ടത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോ അതിനെതിരെ പോരാടി. ആരാ പോരാടിയത്? സലഫികൾ. ആരാ പോരാടിയത്? മുജാഹിദുകൾ. ആരാ പോരാടിയത്? വഹാബികൾ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിന് മുമ്പ്, ഇന്ത്യൻ റിപ്പബ്ലിക് രൂപപ്പെടുന്നതിന് മുമ്പ് ഭാവി ഇന്ത്യ എന്താകണമെന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ചിന്താഗതിക്കെതിരെ ശബ്ദിച്ച് 10-60 കൊല്ലത്തിലധികം പോരാടി സംസാരിച്ച് വളർന്നു വന്ന ഒരു പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന, ലോകത്ത് ജീവിക്കുന്ന സലഫികൾ, വഹാബികൾ എന്ന് അടിവരയിട്ട് ഞാൻ പറയണം. ഇപ്പൊ സലഫികൾ എന്നും വഹാബികൾ എന്നും പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പറയാണ്, ആ തീവ്രവാദത്തിനെതിരെ, ആ ഭീകരതക്കെതിരെ പോരാടിയ ഒരു പാരമ്പര്യം ഇന്ത്യയുടെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട്, അബുൽ കലാം ആസാദിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട്, കെ മൗലവിയുടെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് അടിവരയിട്ട് പഠിപ്പിക്കണം. അത് ബോധ്യം വേണം, അത് ബോധ്യപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി തരാനുള്ള എവിഡൻസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ്, ചില കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ്, അതിന്റെ രേഖകൾ കയ്യിലുള്ളത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും രക്ഷാകവചം തീർക്കാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിലേക്ക് ആരെങ്കിലും മാർച്ച് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വന്ന് തടഞ്ഞോളാം. സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് ആരും അങ്ങോട്ട് വരണ്ട. ആരെങ്കിലും റെയ്ഡിന് വരുന്നുണ്ടോ? ഞങ്ങള് പത്രത്തിലൂടെ എഴുതി നിങ്ങളെ ശരിപ്പെടുത്തരുത്. നിങ്ങൾ ബേജാറാകണ്ട, അവർ വന്ന് നോക്കി പോയിക്കോട്ടെ, ഒരു ബേജാറും ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സർവ്വ ഓഫീസുകളിലും ഏത് ഉദ്യോഗസ്ഥനും ഏത് തട്ടപ്പാതിരക്കും കയറി വരാം, ഏത് ഫയലും പരിശോധിക്കാം. ഞങ്ങളുടെ ഇമെയിലുകൾ ഞങ്ങൾ തുറന്നു കൊടുക്കാം. ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലും ഞങ്ങൾ തുറന്നു കൊടുക്കാം. ഒരു പേടിയോ ഒരു ഭയോ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ കളവ് നടത്തുന്നവരല്ല. അതുകൊണ്ട് രക്ഷാ കവചം സ്വീകരിച്ചൊന്നും അള്ളാന്റെ ദീൻ ഓർത്തിട്ട് ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എല്ലാരും പോയി ഉറങ്ങിക്കോ, സ്വസ്ഥായി ഉറങ്ങിക്കോ. മുജാഹിദർ ഉറങ്ങുമെന്ന് പേടിച്ചിട്ട് ഇങ്ങളാരും ബേജാറാകണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോളാം. പക്ഷേ ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം ഒരു നീതിബോധമുള്ള പ്രസ്ഥാനം എന്ന നിലക്ക് ഇതൊരു സലഫി പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു വഹാബി പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഇതൊരു ഇസ്ലാമിക സമൂഹത്തെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി കണ്ടു. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് ഇതൊരു മനസ്സോടെ നേരിടണം. കാരണം ഇതേതെങ്കിലും ഒരു സലഫി സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതല്ല. നേരെ മറിച്ച് ഇത് വലിയ ഒരു തിരക്കഥയും അതുപോലെ തന്നെ ഒരു സംവിധാനവും ഒക്കെ രൂപപ്പെടുത്തുന്ന ഒരു ശൈലി ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പോരടിക്കേണ്ടത്. കാരണം ഇവിടെ ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. ആ സാമൂഹ്യ പ്രശ്നത്തിലൊന്ന് തീവ്രവാദവും ഭീകരവാദവും മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ വേരുറപ്പിക്കുന്നു എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിം യുവാക്കളുടെ സിരകളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു എന്ന രൂപത്തിലുള്ള ചില സംശയങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട്, മറുഭാഗത്ത് ആ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഇതൊരു പൊതുപ്രശ്നമായി കണ്ട്, മുസ്ലിം ഉമ്മത്ത് ഇതിനെ ഒരു പൊതുപ്രശ്നമായി കണ്ട് ഒരു മനസ്സോടെ, ഒരു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, സംഘടനാ പക്ഷപാതിത്വമില്ലാതെ ഒരു മനസ്സോടെ അതിനെ നേരിടേണ്ടതുണ്ട്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടാണ്. അവിടെ സുന്നിന്നോ മുജാഹിദെന്നോ ജമാഅത്തെ ഇസ്ലാമിന്നോ തബ്ലീഗ് ജമാഅത്തെന്നോ ദക്ഷിണെന്നോ എപിന്നോ ഈക്കെന്നോ ഒരു വർത്താനം മുജാഹിദിൽ പറയൂല. അത് ഞങ്ങളുടെ സംസ്കാരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ ഒരു പോരായ്മയായിട്ട് ആരും മനസ്സിലാക്കണ്ട. കാരണം ഇതൊരു പൊതുപ്രശ്നമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മുതലക്കുളം മൈതാനത്ത് കടന്നു വരുമ്പോ അബുൽ ഹസൻ അലി നദവി അതിന് നേതൃത്വം വഹിക്കുമ്പോ ആ സ്റ്റേജിൽ മുജാഹിദുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ആ സ്റ്റേജിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായിരുന്നെങ്കിൽ, ആ സ്റ്റേജിൽ ഇ.കെ. സുന്നികൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ സ്റ്റേജിൽ മറ്റു സംഘടനാ ഭാരവാഹികളും നേതാക്കളും ഉണ്ടായിരുന്നുവെങ്കിൽ, അവിടെ ഒരു കാഴ്ചപ്പാടാണ് മുജാഹിദ് പ്രസ്ഥാനം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ കാഴ്ചപ്പാട്
മുസ്ലിം ഉമ്മത്തിനെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ഗ്രൂപ്പ് പറഞ്ഞ് മാറി നിൽക്കൂല. നേരെ മറിച്ച് അത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുപക്ഷമായി കണ്ടുകൊണ്ട് ഒരു മനസ്സോടെ അതിനെതിരെ ആ പ്രതിസന്ധിയെ കവച്ചു വെക്കാൻ, ആ പ്രതിസന്ധിയെ അതിജയിക്കാനുള്ള നിലപാട് മുജാഹിദ് പ്രസ്ഥാനം ഇന്നല്ല എന്നും സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പൊതുപക്ഷത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന നിലപാടാണ്. ആ നിലപാടിൽ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഉറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തെയോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ സമൂഹത്തെയോ വ്യവസ്ഥയെയോ ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ അതേ ആ ആവേശത്തോടു കൂടി തന്നെ മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായി ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ രൂപപ്പെട്ടു വരുന്ന തീവ്രവാദ ഭീകരവാദ ചിന്തകളെ പിഴുതെറിയാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുക, അഹോരാത്രം അധ്വാനിക്കുക എന്ന നിലപാട് സ്വീകരിച്ചത്. മുജാഹിദ് പ്രസ്ഥാനം സന്തുലിതമായി പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിനൊരു സന്തുലിതാവസ്ഥയുണ്ട്. ഇതിങ്ങനെ ചാടിപ്പോകൂല, കൂടിപ്പോകൂല, കുറഞ്ഞു പോകൂല. അളവിലാണ്, കൃത്യമായ അളവിലാണ്. തീവ്രത കൂടില്ല, നിഷേധിക്കില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് ചില ആളുകൾ ചോദിച്ചു, മുജാഹിദുകൾ എന്താ പിളരുണ്ട്? നിലപാടുള്ളത് കൊണ്ട്. നിലപാടില്ലെങ്കിൽ പിളരണോ? എന്താ അവര് പോയത്? എന്താ ഇവര് പോയത്? എന്താ മറ്റവര് പോയത്? നിലപാടുള്ളത് കൊണ്ട്. നിലപാടില്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടിപ്പിടിക്കൂലേ? എല്ലാതെ എമ്മൻ്റെത്. അങ്ങനെ ഒരു ആൾക്കൂട്ട പ്രസ്ഥാനമല്ല ഇത്. ഇത് ആദർശ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി രൂപപ്പെട്ട സംവിധാനം എന്ന നിലക്ക് കേരള ജമിയത്തുൽ ഉലമ വന്നു. ജമിയത്തുൽ ഉലമ സമൂഹത്തോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഖുർആൻ സുന്നത്ത് അതാണ് നമ്മുടെ പ്രമാണം. മദ്ഹബി പക്ഷപാതിത്വങ്ങൾ, തരീഖത്തുകളുടെ കൂട്ടത്തല്ലുകൾ ഇതൊന്നും നമുക്ക് വേണ്ട. കാരണം മുസ്ലിം ഉമ്മത്ത് അതിന്റെ ആ യഥാർത്ഥമായ സത്തയിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് പ്രമാണബദ്ധമായി സലഫുകളുടെ ആ നിലപാടനുസരിച്ചുകൊണ്ട് നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അത് പറ്റൂല. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആദർശം മാറ്റാന്നാണോ? അല്ല, അവര് പോയി. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയായത്. പിന്നീട് 40കളിലാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മൗദൂദിയൻ ചിന്താഗതികൾ കടന്നു വരുന്നത്. ആ മൗദൂദിയൻ ചിന്താഗതികൾ പ്രസരിപ്പിക്കപ്പെട്ടത് എവിടെയാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറബിക് കോളേജുകളിൽ. ആ അറബിക് കോളേജുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പത്താംകോട്ടിൽ പോയി പഠിച്ചു വന്ന ഹാജി സാഹിബിന്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനം അളന്നു നോക്കി, ഖുർആനാകുന്ന സുന്നത്താകുന്ന ആ തുലാസിൽ വെച്ച് ഇത് അളന്നു നോക്കുമ്പോ ഇതിൽ കൊള്ളുന്നതല്ല എന്ന് കണ്ടപ്പോ സ്വാഭാവികമായും പറഞ്ഞു, ഇത് പറ്റൂല. അങ്ങനെയാണ് കെ.സി. അബ്ദുള്ള മൗലവിയെ പോലെ, ടി.കെ. അബ്ദുള്ള സാഹിബിനെ പോലെ ഉള്ള ആളുകൾ അവർ പോയത്. ജമാഅത്തെ ഇസ്ലാമിയായി വേറെ പോയത്, അവർ വേറെ പ്രസ്ഥാനമായി മാറിയത്, അവർ വേറെ സംഘടന ഉണ്ടാക്കിയത് അല്ലേ? അതെവിടുന്നാ പോയത്? ഈ അളവുകോൽ കൊണ്ടത് സ്വീകാര്യമല്ല എന്ന് കണ്ടപ്പോ വേറെ പോയി. കാലം പിന്നെയും പോയി അല്ലേ? മടവൂരിസം രൂപപ്പെട്ടു, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടു. ജിന്നുവാദം രൂപപ്പെട്ടു, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടു. ഇവിടെയെല്ലാം ഒരു അളവുകോല് കൊണ്ടൊരു വര മുജാഹിദ് പ്രസ്ഥാനം വരച്ചിട്ടുണ്ട്. അതെന്താ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അളവുകോല് കൊണ്ടൊരു വര. അതിന്റെ ഉള്ളിലുള്ളത് ഈ പ്രസ്ഥാനം സ്വീകരിക്കുകയും അതിന്റെ പുറത്തുള്ളത് പുറത്തേക്ക് തള്ളുകയും ചെയ്യും, പുറത്തേക്ക് പോവുകയും ചെയ്യും. ആ പുറത്തുപോയ ആളുകള് നമുക്കറിയാം ഇന്ന് പലതരത്തിലും വിഘടിക്കപ്പെട്ടിട്ടുണ്ടാകാം. ചില ആളുകള് കാട് കയറി, എല്ലാ അർത്ഥത്തിലും കാട് കയറിയ ആൾക്കാരുണ്ടാകാം. അവരോട് മുജാഹിദ് പ്രസ്ഥാനം സമരസപ്പെടുകയായിരുന്നോ? അല്ല, പടപെട്ടുകയായിരുന്നു ഈ കാലം അത്രയും അല്ലേ? അവരുടെ ആദർശത്തിനെതിരെ, അവരുടെ നിലപാടുകൾക്കെതിരെ സംസാരിക്കുകയായിരുന്നു. മാത്രമല്ല, ലോകത്ത് രൂപപ്പെട്ടു വന്ന മുസ്ലിം സമൂഹത്തിന്റെ ഈ ഉയർച്ച, വളർച്ച സലഫിയത്തിലൂടെ സാധ്യമാകുന്നുവെന്ന് കണ്ടപ്പോ സ്വാഭാവികമായും ഈ മുന്നേറ്റത്തെ തകർക്കുവാൻ വേണ്ടി ആഗോളാടിസ്ഥാനത്തിൽ തന്നെ നടന്ന തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സലഫി ലേബലൊട്ടിച്ചുകൊണ്ട് സലഫി വിരുദ്ധ കാഴ്ചപ്പാടുകൾ പുറപ്പെടുവിക്കുവാൻ, സമൂഹത്തിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. എഴുത്തുകാരെ കൊണ്ട് എഴുതിച്ചു. വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന ആ നേരത്ത് നിങ്ങൾ മനസ്സിലാക്കണം, വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോ അരുന്ധതി റോയ് ഇംഗ്ലീഷിൽ ഒരു ലേഖനം എഴുതി.
വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ പിന്നിലാര്? പാകിസ്ഥാനിൽ ജമാഅത്തു ദഅവ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ ജമാഅത്തു ദഅവ എന്ന സംഘടന പിന്നിലാര്? ഇത്തരത്തിൽ പല സംഘടനകളെയും നിരൂപണം ചെയ്ത് അരുന്ധതി റോയ് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഒരു സ്ഥലത്ത് സലഫി എന്നൊരു വാക്കുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴാ? വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോ ആ സലഫി എന്ന ആ വാക്ക് മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് മാധ്യമം ദിനപത്രം അത് പരിഭാഷപ്പെടുത്തി. അരുന്ധതി റോയുടെ ലേഖനം ഇന്നും ഞാൻ അത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഭീകരതയുടെ കൂടെ സലഫി എന്ന് എഴുതി ചേർക്കാൻ കാണിച്ചിരുന്ന ത്വര അത് ഇന്ന് തുടങ്ങിയതല്ല. അത് കുറച്ചു കാലപ്പഴക്കുണ്ട്. കുറച്ച് കാലപ്പഴക്കണ്ടതിന് ഭീകരതയുടെ കൂടെ സലഫി എന്ന് എഴുതി ചേർക്കാനുള്ള ത്വര ഉണ്ടല്ലോ. ആ ത്വര ഇന്ന് തുടങ്ങിയതല്ല, കുറച്ച് മുമ്പേ തുടങ്ങിയതാണ്. ഉസാമ ബിൻ ലാദൻ ആരാ? സലഫി. ഉസാമ സമം സലഫി എന്ന് എഴുതി വെച്ചത്. ഇതിനൊക്കെ ഏതാണ്ട് 5 കൊല്ലം മുമ്പ് ഞാൻ മറുപടി പറഞ്ഞത് ഓർക്കുകയാണെന്ന്. 5 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചില ആളുകൾ ഏറ്റുപറഞ്ഞിരുന്നത് ഇന്ന് മനോരമക്കാരന്റെ പേരത്തുമ്പിലൂടെ, മാതൃഭൂമിക്കാരന്റെ പേരത്തുമ്പിലൂടെ, കലാകൗമുദിക്കാരന്റെ പേരത്തുമ്പിലൂടെ, അതുപോലെ തന്നെ മറ്റു ചില പത്രങ്ങളുടെ പേരത്തുമ്പിലൂടെ പുറത്തേക്ക് വിട്ട് 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 സലഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ തീവ്രവാദ സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആൾക്കാരാണോ എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ പടപ്പുറപ്പാട് നടത്തി സമരം ചെയ്ത ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ചരിത്രം മാഞ്ഞു പോകണം, അല്ലെങ്കിൽ ചരിത്രം ചവറ്റുകൊട്ടയിൽ കെട്ടിത്താഴ്ത്തപ്പെടണം. അല്ലാതെ സാധിക്കൂല, അല്ലാതെ സാധ്യമല്ല. നേരെ മറിച്ച് അതിരുവിട്ട ചിന്തകൾ കടന്നു വരുമ്പോ സ്വാഭാവികമായും വളരെ കൃത്യമായി ഈ സംഘം ഇടപെടുകയും അതിനെതിരെ പോരാടുകയും ചെയ്തതിന് ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ഞങ്ങൾ വെറുതെ അല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കഴിഞ്ഞപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം കഴിഞ്ഞു, സഹാബത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. മുആവിയ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ മാറി. ആ ഒരു അവസ്ഥ, ദാരുണമായ ഒരു അവസ്ഥ, പ്രയാസകരമായ ഒരു അവസ്ഥ മുസ്ലിം സമൂഹത്തിനുണ്ടായി. പക്ഷേ ആ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരം കണ്ടു. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കീഴിൽ നമുക്കൊന്നിക്കാം, അതിനുവേണ്ടി മധ്യസ്ഥരെ നിയോഗിക്കാം എന്നവർ തീരുമാനിച്ചുകൊണ്ട് മധ്യസ്ഥന്മാരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർ ഐക്യപ്പെടാൻ പോകുന്നു എന്ന് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്ന കുറെ ആളുകൾ മാറി നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് അംഗീകരിക്കൂല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ലാ ഹാകിമ ഇല്ലല്ലാഹ്. വിധിക്കാനുള്ള അവകാശം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ വിധിക്കാൻ അവകാശമുള്ളൂ. ആ അവകാശത്തിൽ ആരെയും പങ്കു ചേർക്കാൻ പറ്റില്ല. അലിയും മുആവിയയും കാഫിറായിരിക്കുന്നു. ഇവർ ശരിയല്ല, ഇവർ ദുനിയാവിന്റെ ആൾക്കാരാണ്, ഇവർ ഭൗതികതയുടെ ആളുകളാണ്, ഇവർ വലിയ കുപ്പായം ധരിക്കുന്ന ആളുകളാണ്, ഇവര് ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് നേരെ ഖുറാസാനിലേക്ക് ഒരു സംഘം പോയി. ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യം രൂപപ്പെട്ട ഈ വിഘടനവാദികളാണ് പറയുക. അവരെങ്ങനെ മുസ്ലിം സമൂഹം നേരിട്ട്? അവർ പുറത്തുനിന്ന് ആൾ വന്നിട്ട് ഐക്യരാഷ്ട്രസഭ യോഗം കൂടിയിട്ട് ബോംബിട്ട് കൊന്നതാ? അല്ല കേട്ടോ, ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിട്ട് ബോംബിട്ട് കൊന്നല്ല അവരെ. നേരെ മറിച്ച് ഇസ്ലാമിക സമൂഹമാണ് അവരോട് യുദ്ധം ചെയ്തത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് അവരോട് യുദ്ധം ചെയ്തത്. നിങ്ങൾ നോക്കൂ, കാലാന്തരേണ ആ ചിന്തകൾ പിന്നെയും കാലത്തിന്റെ ഏത് അവസ്ഥയിൽ മുളപൊട്ടിയോ ആ അവസ്ഥയിലെല്ലാം മുസ്ലിം ഉമ്മത്താണ് അതിനെതിരെ നിലകൊണ്ടു പോകുന്നത്, അതിനെതിരെ പോരാടിയത്. അല്ലേ? ഏതൊരു കാലഘട്ടത്തിലും ആ ചിന്താഗതി തന്നെ നമുക്കറിയാം. പിൽക്കാലഘട്ടത്തിൽ ഹാക്കിമിയത്ത് വാദമായി കടന്നു വന്നു. ഇന്ത്യ രാജ്യത്ത് അത് മുളപൊട്ടി, അവിടെയും പോരാടി. അവസാനം ആ ചിന്ത ഇവിടുന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടു, ഈജിപ്തിൽ കൊണ്ടുപോയി അവിടെ
വ്യാപിപ്പിക്കുവാൻ ശ്രമിച്ചു. അവിടുത്തെ ഭരണകൂടം അതിനെ എതിർത്തു. മാത്രമല്ല അവിടുത്തെ ഹാക്കിമിയത്വവാദികൾക്ക് അവിടെ ജീവിക്കുവാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടു. അവസാനം ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു. മറ്റു രാജ്യങ്ങളിലേക്ക് അവർ ചേക്കേറി. അങ്ങനെ സൗദി അറേബ്യയിൽ പോലും അവർ കടന്നുകയറി. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പോലും കടന്നുകയറി. തങ്ങളുടെ വികലമായ ആശയങ്ങൾ അവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. സൗദി ഗവൺമെന്റും കൈയോടെ പിടിക്കുകയും അവസാനം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തപ്പോഴാണ് സാക്ഷാൽ ഉസാമ ബിൻ ലാദൻ പോലും സലഫി വിരോധിയായത്, അല്ല സൗദി വിരോധിയായത്. സൗദി വിരോധിയായത്. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്ന ആരാ? സലഫികൾ. ഈ തീവ്രവാദികളെല്ലാം പൊട്ടിക്കണം എവിടെ? സൗദിയിൽ. ഇത് സലഫിയാണ് എങ്കിൽ പ്രിയമുള്ളവരെ സൗദിയിൽ പെട്ടു. കാര്യം ലോകത്ത് സലഫി ആ സമൂഹത്തെ എല്ലാ നിലക്കും സഹായിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയാണ്. ആ സൗദി അറേബ്യയിലാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാന ദിനങ്ങൾ, ലൈലത്തുൽ ഖദറിന്റെ രാവ് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ കഴിച്ചുകൂട്ടുന്ന ആ വേളയിൽ നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധമായ ഹറം മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ ആ മദീനയുടെ മണ്ണിൽ മസ്ജിദുൻ നബവിയുടെ ഓരത്ത് ചാവേറ് പൊട്ടിത്തെറിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വലിയ സലഫിയ. ഇതാണ് വലിയ സലഫി ആണോ? ഇവനാ ഭയങ്കര മുസ്ലിം. ആര്? മദീനത്ത് പൊട്ടുന്നവൻ. മദീനത്ത് അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മുസ്ലിമീങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് പൊട്ടിത്തെറിച്ച് മുസ്ലിമീങ്ങളെ കൊല്ലുന്നവൻ. അവനാണ് ആര്? മുസ്ലിം ഭീകരവാദി, മുസ്ലിം തീവ്രവാദി. ഇതാരെങ്കിലും കൂടുതൽ റിപ്പോർട്ട് ചെയ്തോ? എത്ര ദിവസം ഉണ്ടായിരുന്നു പത്രത്തിൽ മദീന സ്ഫോടനം? എത്ര ദിവസം ഉണ്ടായിരുന്നു? ആരാത് റിപ്പോർട്ട് ചെയ്തത്? കാര്യമായിട്ട് ആരാണ് അതിന് പിന്നാലെ കൂടിയിട്ട് ലേഖനം എഴുതിയത്? ഒരുത്തനും എഴുതിയില്ല. കാരണം അതിൽ ലളിതമായ ഒരു ആശയല്ലേ. മുസ്ലിമായ ഒരുത്തൻ, മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളെ ആദരിക്കുന്ന, മുസ്ലിങ്ങളെ ബഹുമാനിക്കുന്ന മദീനത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്ന ആ മണ്ണിൽ വന്നിട്ട് പൊട്ടിത്തെറിച്ച് മുസ്ലിമീങ്ങളെ തന്നെ കൊല്ലില്ല. ഭയങ്കര ഭീകരവാദി, മുസ്ലിം ഭീകരവാദി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തേ ലേഖനം എഴുതാത്തത്? എന്തേ അതിന്റെ പിന്നാലെ ആരും കൂടാതിരുന്നത്? അതുകൊണ്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് കൃത്യമായി പറയാം, മുസ്ലിം ഉമ്മത്ത് കൃത്യമായി പ്രഖ്യാപിക്കണം, ഇസ്ലാമാണ് ഞങ്ങളുടെ മതം, ദീനാണ്. ആ ഇസ്ലാം എന്ന ആ മതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, രഹസ്യ അജണ്ടകളില്ല. ആ മുസ്ലിമിന്റെ അജണ്ട ഖുർആനാണ്, സുന്നത്താണ്. അത് നിങ്ങൾക്കും വായിക്കാൻ കിട്ടും. ഏതൊരാൾക്കും വായിക്കാം, ഏതൊരാൾക്കും പഠിക്കാം, ഏതൊരാൾക്കും മനസ്സിലാക്കാം. വ്യക്തമാണ് അതിലെ ആശയങ്ങൾ, വ്യക്തമാണ് അതിലെ ആശയങ്ങൾ. പക്ഷേ ആ വ്യക്തമായ ആശയങ്ങളെ പോലും മറിക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോ ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹം നല്ല പ്രഭാഷകനാണ്, നല്ല ഡിബേറ്ററാണ്, നല്ല സംവാദകനാണ്, നല്ല ശൈലിയിൽ പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ചിദാനന്ദപുരി സ്വാമികളുടെ. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 1/3 ഭാഗം ഭീകരവാദം പഠിപ്പിക്കുന്നതാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കമന്റ് വിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാര്യം ആ മുസ്ലിമിനെ കണ്ടിടത്ത് കൊല്ലണം, മുശ്രിക്കിനെ, ബഹുദൈവ വിശ്വാസികളെ കണ്ടിടത്ത് കൊല്ലണം എന്നൊക്കെ പറയുന്ന മതമാണ് ഇസ്ലാം. അതാണ് ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് ആ കൽക്കട്ട കോടതിയിൽ ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്ലിപ്പുകളൊക്കെ കേൾക്കാൻ കഴിയുമല്ലോ. അതിങ്ങനെ ഹൈന്ദവ സമൂഹത്തിനിടയിലൊക്കെ ഇങ്ങനെ പരസ്യമായി വിതരണം ചെയ്യപ്പെടുകയാണ്. അവ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ കിഷോറിനെയോ പ്രശാന്തിനെയൊക്കെ കാണുമ്പോൾ ചിരിക്കുമ്പോ കാക്ക ചിരിക്കണുണ്ടോ? അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ടോ? ബഹുമാനപ്പെട്ട സ്വാമിമാരോട് പറയാനുള്ളത്, നിങ്ങൾ വന്നോ, സംസാരിക്കാം. വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്ത് വെച്ചിട്ട് സംസാരിക്കാം. ഇപ്പൊ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, ഉറുദുവിലുണ്ട്, ലോകത്തെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും വിശുദ്ധ ഖുർആന്റെ പരിഭാഷകളുണ്ട്. എന്താണ് ഖുർആൻ പറയുന്നത്? നിങ്ങൾ നോക്ക്, ആർമിയിൽ പോകുന്നു എന്റെ മകനെന്ന് വിചാരിക്കുക. എന്റെ മകൻ ഒരു പട്ടാളക്കാരനാണെന്ന് വിചാരിക്കുക. എന്റെ മകനോട് ഞാൻ പറയാണ്, മോനെ, ഇന്ത്യയും പാകിസ്ഥാനുമായി, അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായി, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയുമായി യുദ്ധമുണ്ടായാൽ
നീ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് തോളിൽ തൂക്കുക, എന്നിട്ട് അതിൽ മോരുമ്പെള്ളം ഒഴിക്കുക, എന്നിട്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഓരോ ഗ്ലാസ് മോരൊഴിച്ചു കൊടുക്കുക. എങ്ങനെ ഉണ്ടാവും? പട്ടാളക്കാരോട് കൊടുക്കാൻ പറ്റിയ ഉപദേശമല്ലേ ഇത്? ഇതാണോ പട്ടാളക്കാരന് കൊടുക്കേണ്ട ഉപദേശം? രാവിലെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ആരാ? പോലീസുകാരനല്ല, പട്ടാളക്കാരൻ. എന്തിനാ ഇത്? അവൻ തോക്കെടുക്കുന്നു, വെടിവെച്ച് ഉന്നം പിടിക്കുന്നു, അതുപോലെ തന്നെ പൊട്ടിക്കുന്നു, ബോംബുണ്ടാക്കുന്നു. ആര്? പട്ടാളക്കാരൻ. എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? ഒരു യുദ്ധമുണ്ടായാൽ എതിർപക്ഷത്ത് വരുന്ന എതിരാളിയെ വെടിവെച്ചു കൊല്ലണം. ഇന്ത്യ ആക്രമിക്കാൻ ഒരു രാജ്യം വന്നാൽ ആ രാജ്യത്തിന്റെ ഇന്ത്യ ആക്രമിക്കാൻ വരുന്ന രാജ്യത്തിന്റെ നാവികപ്പടയെ തോക്കുകൊണ്ട് നേരിടണം. അതുപോലെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഒരു വ്യോമസേനയെ വ്യോമസേന കൊണ്ട് നേരിടണം. ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഒരു കരസേനയായി നിന്നുകൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ എതിർഭാഗത്ത് വരുന്ന കക്ഷിയെ വെടിവെച്ചു കൊല്ലണം. നിങ്ങൾ ആലോചിച്ചു, എത്ര ക്രൂരാണല്ലേ ഇന്ത്യയുടെ നിയമം. കണ്ടിടത്ത് വെച്ച് പാകിസ്ഥാൻകാരെ കൊല്ലാൻ പറയുന്ന ഒരു ആദർശം, കണ്ടിടത്ത് വെച്ച് ചൈനക്കാരനെ കൊല്ലാൻ പറയുന്ന ഒരു രാജ്യം, കണ്ടിടത്ത് വെച്ച് ബംഗ്ലാദേശുകാരനെ കൊല്ലാൻ പറയുന്ന ഒരു രാജ്യം. എങ്ങനെയുണ്ട് ഈ രാജ്യത്തെ കുറിച്ച് നമ്മുടെ അഭിമാന ബോധം? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ രാജ്യത്തെ കുറിച്ച്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാൻ പട്ടാളത്തെ വെടിവെച്ചു കൊല്ലണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളെ കൊല്ലാൻ പറഞ്ഞ രാജ്യം. ഏത് സ്വാമിയാണ് ഇങ്ങനെ അർത്ഥം പറയാ? അങ്ങനെ അർത്ഥം പറഞ്ഞാൽ അത് എന്ത് സ്വാമിയാ? ഇനി ഒരു അച്ഛനാണ് എങ്ങനെ പറയുന്നതെങ്കിൽ അതെന്ത് അച്ഛനാ? ഒരു ഉസ്താദ് മുസ്ലിയാരാണ് എങ്ങനെ പറയുന്നതെങ്കിൽ ഇതെന്ത് മുസ്ലിയാരാ? യുദ്ധവേളയിൽ സഹോദരങ്ങളെ, യുദ്ധം ചെയ്യുന്ന വേളയിൽ ആർമിയോട്, സൈന്യത്തോട്, പട്ടാളക്കാരനോട് പറഞ്ഞ നിയമങ്ങൾ അത് സിവിൽ നിയമമല്ല. ആ ആയത്ത് കേട്ട് ഞാൻ നേരെ പോയിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിന്റെ കഴുത്തങ്ങോട്ട് വെട്ടിയാലോ? തൂക്കിക്കൊല്ലുന്നെ. എനിക്ക് പോയിട്ട് ഗോതമ്പുണ്ട തരൂല്ല സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് ഞാൻ ജീവിക്കുന്നത് വിചാരിക്കുക. ഞാൻ ഖുർആൻ എടുത്തു, എന്നിട്ട് സ്വാമി ഉദ്ദേശിച്ച ആയത്തോത്, ആ ആയത്തോതിയിട്ട് എന്റെ അപ്പുറത്ത് കടയിൽ ജോലി ചെയ്യുന്ന ഒരു മാധവേട്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഹിന്ദുവായ മാധവേട്ടൻ. ഞാൻ ഈ ആയത്തെടുത്തിട്ട് നേരെ പോയി, എന്നിട്ട് ഒറ്റവെട്ട് ആർക്ക്? മാധവേട്ടന്. മാധവേട്ടൻ ഇതാ മരിച്ചു വീണു. നേരെ എന്നെ കോടതി കൊണ്ടുപോയി. കോടതി കൊണ്ടുപോയിട്ട് എന്നെ വിചാരണ ചെയ്തപ്പോൾ ജഡ്ജിയോട്, മുസ്ലിം ജഡ്ജിയാണ്, ഇസ്ലാമിക ശരീഅത്ത് പാലിക്കുന്ന ജഡ്ജിയാ, ഞാൻ ഖുർആനിലെ ആയത്ത് കാണിച്ചു കൊടുക്കുക. അതാ നോക്ക്, മുശ്രിക്കിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്നത് ആ ഖുർആനുള്ളത് കൊണ്ട് ഞാൻ ഖുർആനിലെ നിയമം നടപ്പിലാക്കിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഒരു ഗോതമ്പുണ്ട പോലും എനിക്ക് തരൂല്ല. നേരെ മറിച്ച് പിടിച്ചങ്ങോട്ട് വെട്ടും, പരസ്യമായി എന്റെ തല. അന്യായമായി ഒരു മനുഷ്യനെ കൊന്നതിന്റെ പേരിൽ വധശിക്ഷ പരസ്യമായി, അല്ലാതെ ഗോവിന്ദച്ചാമിയാവൂല. പരസ്യമായി ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് കൊന്ന് വികലാംഗനായിട്ട് പോലും ട്രെയിനിൽ നിന്ന് നിലത്ത് വീണ് ശരീരഭാഗങ്ങളുടെ അസ്ഥികൾ നുറുങ്ങി കിടക്കുന്ന, വാവിട്ട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പെണ്ണിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഗോവിന്ദച്ചാമി തടിച്ചു കൊഴുത്ത് മൂപ്പരിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാൻ, സുന്ദരനായി മാറാൻ. ഇതൊരു ഇസ്ലാമിക രാജ്യത്ത് നടക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആര് മരിച്ചെന്ന് പറഞ്ഞാൽ, ആരെ കൊന്നെന്ന് പറഞ്ഞാലും ശരി, തലങ്ങോട്ട് വെട്ടും. അതാണ് ഇസ്ലാമിക സമൂഹം. എന്തുകൊണ്ട് ഈ ആയത്തെടുത്ത് വെച്ച് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ, ആ മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഹൈന്ദവരെ, ക്രൈസ്തവരെ, ജൂതന്മാരെ കൊന്നില്ല? കൊന്നില്ല, കൊന്നില്ല. ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ എന്തുകൊണ്ട് കൊന്നില്ല? ഖുർആനിൽ ആയത്തുണ്ട് എങ്കിൽ അത് ഇസ്ലാമിക രാജ്യങ്ങൾ നടപ്പാക്കൂലേ? മുസ്ലിം രാജ്യങ്ങൾ നടപ്പിലാക്കൂലേ? എന്തുകൊണ്ട് കൊന്നില്ല? എന്നിട്ട് അതെടുത്ത് പഠിപ്പിച്ചിട്ട് നമ്മുടെ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കാണ്, മന്യ മതസ്ഥരെ കൊല്ലണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ എത്ര കൊല്ലം ഈ കളവ് പറയും? ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അറിയുന്ന ആളുകൾ അത് പറയൂ.
ഇന്ത്യ രാജ്യത്ത് 1000 കൊല്ലം 700 കൊല്ലത്തിലധികം മുഹമ്മദ് ബിൻ ഖാസിം മുൾത്താൻ കീഴടക്കിയത് മുതൽ മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന വ്യക്തി വരെ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുമ്പോ 7.5 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾ ഭരിച്ച നാടാണ് ഇന്ത്യ മഹാരാജ്യം. മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ഇന്ത്യ മഹാരാജ്യം. മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ഇന്ത്യ മഹാരാജ്യം. ആ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു എന്ന് പറയുമ്പോ സ്വതന്ത്രാനന്തരം വെട്ടിമുറക്കപ്പെട്ട ഇന്ത്യയല്ല, രണ്ടായി പകുത്ത ഇന്ത്യയല്ല. ഇന്നത്തെ പാകിസ്ഥാൻ ഉണ്ടല്ലോ, ആ മാപ്പ് എടുത്ത് നോക്ക്, ഭൂപടം എടുത്ത് നോക്ക്. വിശാലമായി ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ഇന്ത്യയും അടങ്ങുന്ന ആ വലിയ ഇന്ത്യയെ ഭരിച്ചവരാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. 1 കൊല്ലമല്ല 2 കൊല്ലമല്ല 7.5 നൂറ്റാണ്ട് കാലം. എന്നിട്ട് കൊന്നു തീർത്തോ? ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു തീർത്തോ? ഇല്ല. ഏതെങ്കിലും അന്യമതസ്ഥരെ കൊന്നു തീർത്തോ? അങ്ങനെയൊക്കെ ഇപ്പൊ രഹസ്യ ക്ലാസ്സുകളിൽ പല മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് പഠിപ്പിക്കണേ ഒക്കെ നമുക്കറിയാം. ഞാനൊരു മറുപടി പറയല്ല. ഇന്ന് ലോകത്ത് ഉള്ള ഇസ്ലാമിക രാജ്യങ്ങൾ എത്രയോ ആളുകൾ, ഹൈന്ദവരായ, ക്രൈസ്തവരായ, ജൂതന്മാരായ ആളുകൾ ഒരുപാട് രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. ആരെങ്കിലും ഖുർആനിന്റെ പേരിൽ അവരെ കഴുത്ത് വെട്ടിട്ടുണ്ടോ? കഴുത്ത് വെട്ടിയ രാജ്യം വെറുതെ വിടുവോ? ഇല്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ വിശുദ്ധ ഖുർആനെ തെറ്റായി ജനമനസ്സുകളിലേക്ക് എടുത്തു വെക്കുക. ഇസ്ലാമിനെ പേടിക്കണം എന്നാണ്. കാരണം ഇസ്ലാം നിങ്ങളെ കൊല്ലും, അതാ പറയുന്നത്. ഇസ്ലാം ആരെയും കൊല്ലൂല കൂട്ടരെ. ഇസ്ലാം ആരെയും കൊന്നിട്ടില്ല. ഇസ്ലാം ഒരു കൊല്ലുന്ന പ്രത്യയശാസ്ത്രമല്ല. നേരെ മറിച്ച് ഖുർആൻ വിളിക്കുന്ന യുഹീകും, നിങ്ങൾക്ക് ജീവിതം തരാം. നിങ്ങൾക്ക് ജീവിതം തരുന്ന ഒരു ആദർശത്തിലേക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്താ ഇങ്ങനെ പറയേണ്ടി വരുന്നറിയോ? നമുക്ക് മറ്റേ ശൈലി പറയാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ പാവങ്ങളാണ് സഹോദരങ്ങളെ, ഞങ്ങൾ തീവ്രവാദികളല്ല സഹോദരങ്ങളെ, ഞങ്ങൾ ഭീകരവാദികളല്ല എന്നുള്ള ആ പഴയ പന്നക്കം പാട്ട് പാടാൻ കഴിയാത്തോണ്ട് ഇങ്ങനെ പറയണത്. കാരണം ഇതിനപ്പുറം ആരെ ബോധ്യപ്പെടുത്തേണ്ടത്? ഏത് അന്വേഷണ വിഭാഗത്തെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? ഏത് മതസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത്? എന്നാൽ ലോകത്ത് പൊട്ടിത്തെറികൾ നടക്കുന്നില്ലേ? IS ഇല്ലേ? ബോക്കോ ഹറാം ഇല്ലേ? ഉണ്ട്. അതാ ബോക്കോ ഹറാമിന്റെയും IS-ന്റെയും ഒക്കെ ലക്ഷ്യമെന്ത്, എയിമെന്ത്, ആരാണ് അവരുടെ എയിം? ഏത് രാജ്യങ്ങളിലാണ് അവർ കുഴപ്പമുണ്ടാക്കുന്നത്? IS-കാരൻ നേരെ പോയത് ഫലസ്തീനിലേക്കല്ല, ഇസ്രായേലിലേക്കല്ല, അമേരിക്കയിലേക്കല്ല. നേരെ മറിച്ച് IS-കാരൻ ചുറ്റിത്തിരിയുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് വിപ്ലവം ഉണ്ടായാലും എവിടെ ഉണ്ടാവാ? നമ്മുടെ നാട്ടിലെ ചില ആളുകൾ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ, മുല്ലപ്പൂ വിപ്ലവം അവർ പറഞ്ഞത്, പക്ഷെ അത് ചേമ്പുമ്പൂ വിപ്ലവമായിരുന്നു. അത് വേറെ വർത്താനാ, ഞാനത് പിന്നീട് പറയാം. ചേമ്പുമ്പൂല്ലേ, ചേമ്പ് പൂത്താൽ ഒരു പൂ ഉണ്ടാവും, അതിന് നല്ല നാറ്റ ഉണ്ടാവും. നിങ്ങൾ അത് അറിയുന്ന ആളുകൾക്ക് അറിയാം. അതാണെങ്കിലും പറഞ്ഞത് മുല്ലപ്പൂന്നാ. ആ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായത് എവിടെയാണ്? മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം അല്ലേ? ഈജിപ്തിൽ അല്ലേ മുല്ലപ്പൂ വിപ്ലവം? സുഡാനിൽ എന്ന് അവിടെ മാത്രമേ മുല്ലപ്പൂ വിപ്ലവവും ഫേസ്ബുക്ക് കൂട്ടായ്മയും തഹരീഖ് സ്ക്വയറുകളും. എന്താ അവിടെ മാത്രം? എന്താ അമേരിക്കയിൽ ഫേസ്ബുക്കില്ലേ? എന്താ യൂറോപ്പിൽ വാട്സാപ്പില്ലേ? അവിടെയൊന്നും തഹരീഖ് സ്ക്വയറുകൾ ഉണ്ടാവുമോ? അവിടെയൊന്നും ഇപ്പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഉണ്ടാകുമോ? അവിടെ ഒന്നും ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാവില്ല, അവിടെയൊന്നും തഹരീഖ് സ്ക്വയർ ഉണ്ടാവില്ല. മുസ്ലിം രാജ്യങ്ങളിൽ ആഭ്യന്തര ശിഥിലീകരണം നടത്തിയിട്ട് അവിടെ മാത്രം പ്രശ്നമുണ്ടാകുന്ന അവസ്ഥ. ലിബിയയിൽ പോലും അല്ലേ, ലിബിയയിൽ ആ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ കൊടുത്തത് കോടിക്കണക്കിന് പൗണ്ടാണ്. എന്തിനാ യൂറോപ്പ് കൊടുത്തത് പൈസ? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. ലിബിയയിൽ ഗദ്ദാഫിയുടെ നാട്ടിൽ, തെന്നുകളുടെ സുൽത്താന്റെ നാട്ടിൽ ആ കലാപമുണ്ടാക്കാൻ അവസാനം ലിബിയ ഭരിച്ച ഗദ്ദാഫി എന്ന ആ രാജാവിനെ അഴുക്കുചാലിലിട്ട് നിഷ്ഠൂരമായി കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ഭരണാധികാരിയെ അഴുക്കുചാലിൽ ചവിട്ടിത്താഴ്ത്തി അവിടുന്ന് ആ മയ്യത്ത് പുറത്തെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ലിബിയ എന്ന മണ്ണ് മാറുമ്പോ ആ ലിബിയയെ ആ രൂപത്തിലാക്കി തീർക്കാൻ വേണ്ടി ബ്രിട്ടൻ കോടിക്കണക്കിന് പൗണ്ട് ചെലവഴിക്കുമ്പോ
എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം ഈ പ്രശ്നം ഉണ്ടാകുന്നു? എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം IS വർക്ക് ചെയ്യുന്നു? എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം ബോക്കോ ഹറാം വർക്ക് ചെയ്യുന്നു? എന്തേ ഇസ്രായേലിൽ 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ നിരപരാധികളായ മക്കളെ തുണ്ടം തുണ്ടമായി വെട്ടുനുറുക്കിയ പാവങ്ങളായ പിഞ്ചോമലകളുടെ നെഞ്ചകത്തേക്ക് ആ ഇസ്രായേലിന്റെ പട്ടാളം ഉന്നപ്പിടിക്കുമ്പോ ആ നിരപരാധികളായ മക്കളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ വൻമതിൽ ചാടിക്കടന്നുകൊണ്ട് എന്തുകൊണ്ട് IS കടന്നു പോകുന്നില്ല? ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ചോദ്യത്തിന് ഉത്തരം തരണ്ടേ? എന്തേ സിറിയയിൽ മാത്രം, എന്തേ ഇറാഖിൽ മാത്രം, ഇറാഖും സിറിയയും മാത്രം മോചിപ്പിച്ചാൽ മതിയോ? അവിടെയാ പ്രശ്നമുള്ളത്, വേറെ എവിടെയും പ്രശ്നമില്ല ആണോ? ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ മുഴുവനും മുസ്ലിം ഉമ്മത്തിന്റെ തലയിൽ വെച്ച് കെട്ടിക്കിട്ട് അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും ഇസ്ലാമിനും ഖുർആനിനുമാണ് എന്ന് ആരെങ്കിലും വെച്ചുകെട്ടാൻ ശ്രമിച്ചാൽ ഈ ലോകത്ത് ഒരൊറ്റ മുസ്ലിം അവശേഷിക്കുന്ന കാലത്തോളം അതിനോട് സമരസപ്പെടൂല. നേരെ മറിച്ച് ഞങ്ങളുടെ നാവ് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ കൊണ്ട്, പ്രവാചകന്റെ ജീവിതം കൊണ്ട് അതിന് മറുപടി പറഞ്ഞിരിക്കും. സംശയം വേണ്ട. അതിനൊന്നും ഒരു ചെലവില്ല, അതിനൊന്നും ഒരു തീവ്രവാദം നടത്തണ്ട, അതിനൊന്നും ഒരു ഭീകരവാദവും വേണ്ട. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമ്രാജ്യങ്ങൾ കീഴടക്കിയ വ്യക്തിത്വമാണ്. നിങ്ങൾക്കറിയോ, മക്കയുടെ മടിത്തട്ടിൽ അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും മകനായി പിറന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുല കൊടുക്കുവാൻ വേണ്ടി ഏറ്റെടുത്തു പോയത് അതേ മുല വറ്റിയിരുന്ന ഹലീമ ബീവിയായിരുന്നെങ്കിൽ ആ ഹലീമ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് വളർന്നു വന്ന അനാഥനായിരുന്ന അലം യജിദ്ക യതീമൻ ഫആവാ എന്ന് ഖുർആൻ പറഞ്ഞ അനാഥനായി പിറന്ന എട്ടും പൊട്ടും തിരിയുന്നതിന് മുമ്പ് ഉമ്മായുമായി വേർപെടേണ്ടി വന്ന അതേ പിതൃവ്യന്റെ കാരുണ്യത്തിന് എടുത്തറിയപ്പെട്ട ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥത്വത്തിൽ നിന്ന് നടന്നു കയറിയിട്ട് അവസാനം പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ആ ലോകത്തിന്റെ മുന്നിൽ വലിയ ഒരു ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിന്റെ രാജാവായി കൊണ്ടാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്ര പറഞ്ഞതെങ്കിൽ അനാഥത്വത്തിൽ നിന്ന്, യതീമായ അവസ്ഥയിൽ നിന്ന് ഈ രാജാവായി പ്രവാചകൻ ഇറങ്ങിപ്പോകുമ്പോ, പ്രവാചകൻ ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോ ആ സാമ്രാജ്യത്തിലേക്ക് പ്രവാചകൻ ഓരോ കാലടി വെച്ചും നടന്നു കയറിയത് ബോംബെറിഞ്ഞല്ല, ചാവേറുകളെ സൃഷ്ടിച്ചല്ല, കടാറി എറിഞ്ഞല്ല, ഒളിയം പെയ്തല്ല, നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ കൊണ്ടായിരുന്നുവെങ്കിൽ, പ്രവാചകന്റെ വചനങ്ങൾ കൊണ്ടായിരുന്നുവെങ്കിൽ ആ ആയാത്തുകൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല, ആ ഹദീസുകൾ ഇല്ലാതായിട്ടില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അതാണ്. ആ ആയുധം കൊണ്ട് ജിഹാദ് ചെയ്യാനാണ് അല്ലാഹു കൽപ്പിച്ചത്. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യൂ എന്ന് അല്ലാഹു കൽപ്പിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഫലാ തുതിഉഹും, ഒരിക്കലും അവരെ നീ അനുസരിക്കണ്ട, നേരെ മറിച്ച് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ജിഹാദാണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. ആ ജിഹാദാണ് സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സലഫികളുടെ വായിൽ സ്റ്റിക്കർ ഒട്ടിക്കാമോ എന്ന് ചില ആളുകൾ ആലോചിക്കുന്നത്. സാധ്യമല്ല. സലഫികളുടെ വായിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുമോ നോക്കാണ്? ഇല്ല. നേരെ മറിച്ച് ഞങ്ങൾക്ക് വേറൊന്നിനും ഒരു സ്വാതന്ത്ര്യം വേണ്ട. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം, ഞങ്ങളുടെ നാവ് ചലിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം മതി. വേറൊന്നും മുസ്ലിം ഉമ്മത്ത് ചോദിക്കുന്നില്ല. ഞങ്ങളുടെ നാവ് ചലിപ്പിക്കാൻ ഞങ്ങളുടെ കൈ ചലിക്കണ്ട, ഞങ്ങളുടെ കാലുകൾ ചലിക്കണ്ട, ഞങ്ങളുടെ നാവുകൾ ചലിക്കുമെങ്കിൽ അതിനുള്ള അവകാശം മാത്രം മതി മുസ്ലിം ഉമ്മത്തിന്. ആ നാവുകൾ ചലിച്ചാൽ അതുവഴി ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ആദർശത്തിന്റെ അനുയായികൾക്ക് ബോംബിന്റെ അകമ്പടി വേണ്ട, കൈത്തോക്കുകളുടെ അകമ്പടി വേണ്ട, കടാരയുടെ അകമ്പടി വേണ്ട, ചാവേറുകളുടെ അകമ്പടി വേണ്ട. ഞങ്ങളുടെ നാവ് ചലിച്ചാൽ ആ നാവ് കൊണ്ട് സാമ്രാജ്യങ്ങൾ തീർക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാ ഞങ്ങള്. കാരണം ഖുർആൻ ഇവിടെയുണ്ട്, സുന്നത്ത് ഇവിടെയുണ്ട്. അത് മതി ഞങ്ങൾക്ക്. അല്ലാതെ ഒരു ചാവേറിന്റെ അകമ്പടി വേണ്ട, ഒരു ഭരണകൂടത്തിന്റെ അകമ്പടി വേണ്ട, ഒരു പത്രമുതലാളിയുടെയും അകമ്പടി വേണ്ട. നാവ് ചലിക്കുമെങ്കിൽ ലോകത്തെ ഞങ്ങൾ മാറ്റും. ആ മാറ്റം, ആ പരിവർത്തനം ഖുർആൻ കൊണ്ടുള്ള പരിവർത്തനമാണ്, ഹദീസ് കൊണ്ടുള്ള പരിവർത്തനമാണ്. ആളെ കൊന്നിട്ടുള്ള പരിവർത്തനമല്ല, ആളെ കൊല്ലല്ല, ആളെ കൂട്ടല്ലേ വേണ്ട. എല്ലാരും കൊന്നു തീർത്താൽ പിന്നെ ആളെ മാറ്റാൻ പറ്റുമോ?
നമ്മുടെ എതിരാളികൾ മുഴുവൻ കൊന്നാൽ ഇവരൊക്കെ മാറ്റാൻ പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതൊരു കാഴ്ചപ്പാടാണ്. IS അല്ലെങ്കിൽ ബോക്കോ ഹറാം, അതല്ലെങ്കിൽ ചമ്പൽക്കാടുകളിൽ അല്ലെങ്കിൽ കുറ്റിക്കാടുകളിൽ വളർന്നു വരുന്ന ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ, അത് ഇസ്ലാമല്ല. ഇസ്ലാം കുറ്റിക്കാട്ടിൽ വളരുന്ന മതമല്ല. ഇസ്ലാം കുറ്റിക്കാട്ടിൽ വളരുന്ന മതമല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. കുറ്റിക്കാട്ടിലേക്ക് പോണ മനുഷ്യന്മാരുണ്ടെങ്കിൽ നോക്കിക്കോ, അത് ഇസ്ലാമല്ല. അത് ഇസ്ലാം പറയാൻ പോവല്ല. ഇസ്ലാം മനുഷ്യരുള്ളിടത്ത് ഉണ്ടാവുക, മനുഷ്യരില്ലാത്തിടത്തല്ല, വിജനപ്രദേശത്തല്ല, ആളില്ലാത്തിടത്തല്ല. ഇസ്ലാം ഉണ്ടാകുന്നത് ആളുകൾ ഉള്ളിടത്താണ്. ചന്തകളിലാണ് പ്രവാചകൻ പോയത്. എന്തിന്? ദഅവത്ത് നടത്താൻ. ചന്തകളിലാണ്. മാത്രല്ല, ലോകത്തിന്റെ അട്ടദിക്കുകളിലേക്കാണ് പ്രവാചകന്റെ സ്വഹാബത്ത് പോയത്. സ്വഹാബത്ത് മക്കയിൽ ജീവിച്ച, മദീനയിൽ ജീവിച്ച സ്വഹാബത്ത്, അവരിൽ പലരും മരിച്ചത് മക്കയിൽ നിന്നല്ല, വേറെ രാജ്യങ്ങളിലാണ്. അല്ലാതെ ലോകത്ത് മുസ്ലിം ആകണവരൊക്കെ വണ്ടി കയറിക്കോ എങ്ങോട്ട്? ജൂതന്മാരൊക്കെ ഇസ്രായേലിലേക്ക് പോയതുപോലെ ലോകത്ത് ആരൊക്കെ മുസ്ലിമായോ അവരൊക്കെ നേരെ സൗദി അറേബ്യക്ക് കയറിക്കോ മുസ്ലിം ആകാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? അപ്പോ അതിര് വിട്ട ചില ചിന്തകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതെങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നത്? അത് വലിയ കാര്യമില്ല. ആദ്യം പറഞ്ഞു ഇവിടെ ഒന്നും ഇസ്ലാമില്ല, ഇവിടെ ആരും പണ്ഡിതന്മാരും ഇല്ല. നേരെ പണ്ഡിതന്മാർ എവിടെ ഉണ്ടാവുക? യമനിലാണ്, ശ്രീലങ്കയിലാണ്. പണ്ഡിതന്മാർ എവിടെ ഉണ്ടാവുക? അവിടെയാണ്, ആ കാട്ടിലാണ്, ജഹ്റയിലാണ്. ആദ്യം നിങ്ങൾ നോക്കൂ, ആദ്യം ഈ ചിന്ത വന്നത് യമനിന്നല്ല, നേരെ മറിച്ച് ആദ്യം ഞാൻ കേട്ടത് ജഹ്റയിലാണ് പണ്ഡിതന്മാരുള്ളത്. കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്ന് വാദം കേട്ടപ്പോ ജഹ്റ എവിടാന്ന് അന്വേഷിച്ച് പറഞ്ഞു കുവൈത്തിലാണ്. അങ്ങനെ ഒരിക്കൽ കുവൈത്തിൽ പോകാൻ അവസരം കിട്ടിയപ്പോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് എനിക്ക് ജഹ്റ എന്ന് പറയുന്ന സ്ഥലം കാണണം, ഈ ഉലമാക്കളൊക്കെ അവിടെ ഉള്ളത്, അതുകൊണ്ട് അവിടെ കാണുമെന്ന് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഒരു ചങ്ങായിനെ വണ്ടി കയറ്റി കൊണ്ടുപോയി. എവിടെ നിന്ന്? ഇറാഖിന്റെ ബോർഡറിൽ, കുവൈറ്റിന്റെയും ഇറാഖിന്റെയും ബോർഡറിൽ ഒരു വിജനമായ സ്ഥലം. ഇതാണ് ഈ ജഹ്റ എന്ന് പറയുന്ന സ്ഥലം. മനുഷ്യരും ഇല്ല, ഒരു പെട്ടിക്കട പോലും ഇല്ലാത്ത സ്ഥലം. അവിടെ കുറെ ടെന്റ് അടിച്ച് കുറെ മനുഷ്യന്മാര്. ഇതാണ് ആലിമീങ്ങൾ. അന്ന് മനസ്സിലായി, ആലിമീങ്ങളൊക്കെ ഈ കൂടാരത്തിലിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേട്ടിട്ട് ചില ആളുകൾ കന്തൂറ ഇട്ട് ഇങ്ങനെ പോവാ. ഇതെപ്പോഴും നീ കിട്ടണ ഈ കന്തൂറ? നിങ്ങൾ മനസ്സിലായി, പെട്ടെന്നൊരു കന്തൂറക്കത്തോണ്ട് കയറുക, എന്നൊരു തൊപ്പിയൊക്കെ ഇട. പിന്നെ മനുഷ്യന്മാരെ കണ്ടാൽ മിണ്ടൂല്ല. ഇവനിപ്പോ മോളിൽ ഇറങ്ങി വന്ന സാധന, സലാം പറഞ്ഞ മടക്കൂല്ല. ഇവനിങ്ങനെ ബലം പിടിച്ചിങ്ങനെ നടക്കുക. എന്നിട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് അപ്രത്യക്ഷാവുക. എന്ത് മായാവിയ ചങ്ങായി പറഞ്ഞിട്ട് പോ. ചങ്ങായി ലോകത്ത് എവിടെ ആർക്കും പോവാ. ഇപ്പൊ സന്തോഷ് ജോർജോ, നമ്മുടെ സഞ്ചാരത്തിന്റെ ആളാരാ? സന്തോഷ് ജോർജ് ലോകം മുഴുവൻ ധരിക്കണില്ലേ? ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഈ ജാതി കന്തൂറിട്ട മനുഷ്യന്മാർ എവിടെങ്കിലും പോണെങ്കിൽ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് പോ. നിനക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഇവിടെ മനുഷ്യന്മാർ സ്വന്തമായിട്ട് ജീവിച്ചോട്ടെ. ഏതെങ്കിലും കാട്ടിക്കേറിയിരിക്കും. ഈ ചങ്ങായി ഒറ്റ മുങ്ങല. എന്നിട്ട് പിറ്റേന്ന് മറ്റൊന്നെ കാണില്ല. അവനോട് പോയി അവന്റെ അമ്മോശൻ കേസ് കൊടുത്തു. എന്താ കേസ്? ആളെ കാണാനില്ല. അപ്പൊ ഇതാ മുത്തശ്ശി പത്രം മനോരമ നീട്ടി വലിച്ച് എഴുതാണ് IS. ഇത് വായിച്ചിട്ട് മൂപ്പര് അവിടുന്ന് ചിരിക്കുക. ഇവൻ ഏതോ പൊന്തക്കാട്ടി ചിരിക്കുകയാണ്. ഞാനിപ്പോ വലിയ IS ആണ്. എന്ത് ദുരിതാണിത്! ഇച്ചങ്ങായി എവിടെങ്കിലും പോയിരിക്കണം. അപ്പൊ ഈ കന്തൂറ ഇട്ട് മുങ്ങണ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് പോകും, നിങ്ങൾ പോയിക്കോ, ഏത് തുരുത്തിലും പോയിക്കോ, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ആവശ്യമില്ല. മനുഷ്യന്മാർക്ക് തന്നെ ആവശ്യമില്ലാത്തൊരു വർഗ്ഗങ്ങള്. കാരണം നിങ്ങൾക്ക് ഈ ലോകമായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ ഈ ലോകത്തെ കുറിച്ച് ആലോചിക്കണില്ല. പറഞ്ഞിട്ട് പോ. ഒന്നിനെ വീട്ടിൽ വിളിച്ച് പറ, ഉമ്മയോട് പറ, ഞാൻ എന്റെ അടുത്ത് പോവാട്ടോ, ഒരാഴ്ച കഴിഞ്ഞാൽ വരൂ. ഇത് പറഞ്ഞിട്ടല്ല, ഒറ്റ മുങ്ങലാണ്. അത് ചെറിയ മക്കളെ അടക്കം വിളിച്ചിട്ട് ഇങ്ങനെ യാത്ര പോകണം. എങ്ങോട്ടാ? ഹിജറ പോകണം. എങ്ങോട്ടാ ഹിജറ പോയത്? അത് പറയൂല. ചെറിയ കുഞ്ഞുങ്ങൾ പറയണ പോലെ ഞാനിപ്പോ പറയൂല. എന്തിനാണ് ഈ പ്രയാസം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചോ? നിങ്ങൾക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം, ഇന്ത്യയുടെ പാസ്പോർട്ട്. അത് ഉപയോഗിച്ചിട്ടാണല്ലോ പോണേ അല്ലേ? അത് ഉപയോഗിക്കാം. ഇന്ത്യയുടെ റേഷൻ കാർഡ് ഉപയോഗിക്കാം, ആധാർ ഉപയോഗിക്കാം. മാന്യമായിട്ട് മനുഷ്യന്മാരോട് പറഞ്ഞ് വിസയടിച്ച് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി ഞാൻ ഇന്നിടം വരെ പോകട്ടോ, റിട്ടേൺ ടിക്കറ്റ് അടക്കമുണ്ട്, ഞാൻ ഇന്ന ദിവസം മടങ്ങി വരും, അത് എയർപോർട്ടിൽ ബോധ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ കയറിക്കോ. ലോകം മുഴുവൻ പോകാം, ഒരു പ്രശ്നമില്ല. വിസ ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തേക്കും പോകാം. കമ്പിവേലി ചാടാൻ നടക്കണ്ട.
ഒളിച്ചു കിടക്കാൻ നടക്കണ്ട. എന്നിട്ട് ഇച്ചങ്കാതിമാരിങ്ങനെ പോവുക. ബാക്കിയുള്ള മുസ്ലിം ഉമ്മത്ത് ഇവിടെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പള്ളിയുണ്ട്, അവർക്ക് മറ്റേവനും ഒന്നും പേടിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ മേപ്പുരില്ലാത്തൊരു തീപ്പൊരിയെ പേടിക്കണോ എന്ന് പണ്ടാറ് ചോദിച്ചില്ലേ. ഒരു മേപ്പുര തന്നെ ഇല്ല, പിന്നെ തീപ്പൊരിയെ പേടിക്കണോ? സംഘടന തന്നെ വേണ്ടെന്ന് ആദ്യം പറഞ്ഞു. ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊക്കെ പൊളിച്ചു കളയണം. എല്ലാം പൊളിച്ചു. പിന്നെ മൂപ്പരൊക്കെ മേപ്പുരൊന്നും ഇല്ല, പിന്നോട്ട് കത്തിക്കന്നെ. പക്ഷെ ഇതല്ല ഇവിടെ മറ്റു സംഘടനകൾ എന്ന് പറഞ്ഞാൽ. ഏത് സംഘടനയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഏത് സംഘടന ഉണ്ടാക്കിയാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അത് എന്ത് പാർട്ടി, ഏത് ഈർക്കിൽ പാർട്ടി ആയിക്കോട്ടെ, മാന്യമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയാം, ഞങ്ങൾ ഇതാ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുക. രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മുടെ നിയമപാലകരെ നിയമകൂടത്തേക്ക് ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിച്ചോ, അന്തസ്സായി പ്രവർത്തിക്കാം, ഒരു ഒളിച്ചു കളിയും വേണ്ട. ഇതൊന്നും ചെയ്യില്ല. ഏതെങ്കിലും ഒരു കിതാബ് ഒരു ആലിമും കൂടിയിട്ട് ഇങ്ങനെ പണ്ട് ഈ പൂച്ച പെറ്റാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കണ പോലെ ഈ ആലിം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ നടപ്പാ. ഈ ആലിം പോണെടുത്തൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകും. ഇതെന്തൊരു സിസ്റ്റാ? അപ്പൊ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, ഇസ്ലാം എന്നുള്ളത് ഒരിക്കലും ഈ രൂപത്തിൽ കുറ്റിക്കാട്ട് പ്രസ്ഥാനമല്ല. നേരെ മറിച്ച് ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ സുതാര്യമായി വർക്ക് ചെയ്യുന്ന, ആരോടും. നമുക്കറിയാം ഇന്നിവിടെ വന്ന ആളുകൾ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. ഇവിടെ പ്രസംഗിച്ച ആളുകളിൽ എല്ലാവരും ഉണ്ട്. കേന്നമുകാർ മാത്രമല്ലല്ലോ. കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്തിന്റെ ആളുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുണ്ട്, CPM-ന്റെ ആളുകളുണ്ട്, കോൺഗ്രസിന്റെ ആളുകളുണ്ട്, ലീഗിന്റെ ആളുകളുണ്ട്, CPI-യുടെ ആളുകളുണ്ട്, BJP-യുടെ ആളുകളുണ്ട്. ഇത് പറയാൻ വല്ല തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ലല്ലോ. BJP-കാരനോട് പറയേണ്ട, നമുക്ക് ധൈര്യപൂർവ്വം നന്നായി തന്നെ BJP-കാരനോട് പറയാം. CPI-കാരനോട് പറയാനുള്ളത് നന്നായി തന്നെ CPI-കാരോടും CPM-കാരോടും പറയാം. അതുപോലെ തന്നെ ഏത് ചിന്താഗതി വെച്ച് പുലർത്തുന്നവനാണെങ്കിലും അവനോട് കൃത്യമായി കാര്യങ്ങൾ പറയാം, ബോധ്യപ്പെടുത്താം. ആ ബോധ്യപ്പെടുത്തലാണ് ആവശ്യം. ഭീകരതയ്ക്ക് മതമില്ല, പക്ഷെ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഭീകരതയുടെ മതവും രാഷ്ട്രീയവും എന്താന്ന് ചോദിച്ചാൽ ഭീകരതയ്ക്ക് മതമില്ല. ഭീകരതയ്ക്ക് മതമില്ല. അങ്ങനുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേഖിക കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്തേ ഈ മുസ്ലിമായ ആളുകൾ പിന്നീട് അതിലേക്ക് കൂടുതൽ പഠിച്ചു വന്നിട്ട് പിന്നെന്താ ഭീകരവാദിയായി പോണത്? ഒരു സംശയമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു ലേഖികയുടെ ഒരു സംശയം, എന്താ അവരിങ്ങനെ ഭീകരവാദിയായി പോണേ? ഞാൻ തിരിച്ചു ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ഇസ്ലാമിൽ മാത്രം, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിൽ അതെന്തോ കേടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇസ്ലാമിൽ അങ്ങനെ ലോകത്ത് നടന്നത് അല്ലല്ലോ. മാവോയിസ്റ്റുകൾ എവിടെ നിന്നുണ്ടായതാ? ഏത് മതത്തിൽ നിന്നുണ്ടായതാ? നക്സലുകൾ ഏത് മതത്തിൽ നിന്നുണ്ടായതാ? ജൂത ഭീകരവാദികൾ ഏത് മതമാണ് അവർക്ക് ചാർത്തി കൊടുക്കേണ്ടത്? 2 നൂറ്റാണ്ട് കാലം നിരന്തരമായി പടയോട്ടം നടത്തിയ കുരിശുപട ഏത് മതത്തിന്റെ ലെവലാണ് ഒട്ടിക്കേണ്ടത്? ഏത് മതത്തിന്റെ പേരിലാണ് അത് ചാർത്തി കൊടുക്കേണ്ടത്? ഇങ്ങനെ ഭൗതിക മത പ്രത്യയശാസ്ത്രത്തിന്റെ വേര് പിടിച്ച് ഏതെല്ലാം തരത്തിലെ ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ടോ ആ ചിന്താഗതികളിൽ മുഴുവനും ഈ എക്സ്ട്രീമുകൾ ഉണ്ടായിട്ടുണ്ട്, ഈ അതിവാദികൾ ഉണ്ടായിട്ടുണ്ട്, ഈ തീവ്ര ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭൗതിക മത വ്യത്യാസമൊന്നുമില്ല. ഏത് പ്രത്യയശാസ്ത്രമാണെങ്കിലും അതിന്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടല്ല. അതിന് വേറെ പല കാരണങ്ങളും രാഷ്ട്രീയവുമുണ്ട്. ആ രാഷ്ട്രീയം എന്നും ഭീകരതയെ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഭീകരവാദികളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഭീകരവാദികൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, ഭീകരവാദികൾക്ക് വെടിക്കോപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഭീകരവാദികൾക്ക് വേണ്ടി അജണ്ടകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയം കളിക്കുന്ന, രാഷ്ട്രീയം അത് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഈ ഭീകരതയെ അവർ പാലൂട്ടി വളർത്തിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മതം ഭീകരതക്കുണ്ട് എന്ന് പറയുന്നതിന് ഒരു രേഖയും ആർക്കും ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഏത് മതമാണെങ്കിലും ഹൈന്ദവ മതത്തിന്റെ പേരിൽ രൂപപ്പെടുന്നു എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾ ഇപ്പൊ ദളിതിനെ തല്ലിക്കൊല്ലുന്നു. അത് ഹിന്ദുമത ആണോ? ദളിതരെ തല്ലിക്കൊല്ലുന്നത്, പരസ്യമായി മനുഷ്യരെ കൊന്നിട്ട് കെട്ടിത്തൂക്കുന്നത് ഹിന്ദുമതാണോ?
ഒരൽപ്പം ഇറച്ചി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് മക്കൾക്കത് വേവിച്ചു കൊടുത്താൽ അവന്റെ വീട്ടിൽ കയറി ഇഷ്ടികക്ക് തലക്കടിച്ചു കൊല്ലുന്നത് ഹിന്ദുമതാണോ? എന്താ ഹിന്ദുമതത്തിന്റെ ആളുകൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നത്? ഹിന്ദുമതത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? നക്സലുകൾ അല്ലേ, ആ നക്സലുകൾ അവർ ചെയ്ത അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ കമ്മ്യൂണിസവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ഒപ്പിക്കാൻ പറ്റുമോ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഓരോ ദിവസവും എണ്ണി തലകൊയ്യുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുഴുവനും എന്തേ കോൺഗ്രസ്സുകാരങ്ങനെ, എന്തേ CPI-ക്കാരിങ്ങനെ, എന്തേ CPI-യിൽ ചേരുന്നവർ മാത്രം എന്തേ ഇങ്ങനെ, എന്തേ BJP-ക്കാർ മാത്രം എന്തേ ഇങ്ങനെ, അതിനകത്തുള്ള ആ ചിന്താഗതിയുമായി കോർത്തുകൊണ്ട് അത് മുഴുവനും വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ആ രൂപത്തിൽ ചിന്തിക്കുന്നത് ശരിയാണോ? എന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ രൂപത്തിലൊരു ചിന്ത പടർത്താൻ ശ്രമിക്കുന്നു. അതാണ് പറയുന്നത് ഇസ്ലാമിനെ പേടിക്കുക എന്ന ഒരു ചിന്ത, ഇസ്ലാമോഫോബിയ എന്ന ചിന്ത സമൂഹത്തിലേക്ക് കൈമാറാനുള്ള വളരെ ശക്തമായ പ്രചാരവേലകൾ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയാ ഇസ്ലാമിനെ പേടിക്കുക. ആരാ പേടിക്കേണ്ടത്? സർവ അനീതിയുടെയും കള്ളത്തരങ്ങളുടെയും കൊള്ളിവയ്പിന്റെയും കുതികാൽവെട്ടിന്റെയും അതുപോലെ ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും അപ്രകാരം തന്നെ കരിഞ്ചന്തയുടെയും കള്ളക്കച്ചവടത്തിന്റെയും പലിശയുടെയും വ്യഭിചാരത്തിന്റെയും തുറന്ന ലൈംഗികതയുടെയും വാഗ്ദാക്കളെ നിങ്ങൾ പേടിക്കുക ഇസ്ലാമിന്, നിങ്ങൾ ഭയപ്പെടുക ഇസ്ലാമിന്. കാരണം ഇസ്ലാം അനീതിക്കെതിരാണ്, ഇസ്ലാം അക്രമത്തിനെതിരാണ്, ഇസ്ലാം ഭീകരതക്കെതിരാണ്, ഇസ്ലാം തീവ്രവാദത്തിനെതിരാണ്, ഇസ്ലാം വ്യഭിചാരത്തിനെതിരാണ്, ഇസ്ലാം പലിശക്കെതിരാണ്, ഇസ്ലാം പൂഴ്ത്തിവെപ്പിനെതിരാണ്, ഇസ്ലാം കള്ളക്കച്ചവടത്തിനെതിരാണ്. അതുകൊണ്ട് തിന്മയുടെ വാഗ്ദാക്കളെ നിങ്ങൾ പേടിക്കുക ഇസ്ലാമിനെ. നീതിയുടെ വാഗ്ദാക്കൾ ഇസ്ലാമിനെ പേടിക്കണ്ട, അവർക്ക് ഇസ്ലാമിനെ പുൽകാം. തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ വിശുദ്ധ ദീനിനെ പുൽകാം, സ്വീകരിക്കാം. ഈ ഒരു ആർജവത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് കടന്നു വരണം. ഈ ഒരു വിശ്വാസദാർഢ്യത്തിലേക്ക് വിശ്വാസികൾ കടന്നു വരണം. നിങ്ങൾക്കെതിരെ ആളുകൾ സംഘടിച്ചിരിക്കുന്നു, നിങ്ങളവരെ പേടിച്ചോ എന്ന് പറഞ്ഞ് മുനാഫിക്കുകൾ പണ്ട് വന്നല്ലോ. അപ്പൊ വിശ്വാസികൾ പറഞ്ഞത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കെതിരെ ആളുകൾ സംഘടിച്ചോട്ടെ, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പറഞ്ഞ് അവര് പോയി എന്നാണ് ഖുർആൻ പറയുന്നത്. ഫൻഖലബു ബിനിഅ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യവും കൊണ്ട് റബ്ബിന്റെ നിഅ്മത്തും കൊണ്ടാണ് അവർ മടങ്ങി വന്നത്. രോമത്തിൽ പോലും പുറൽപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്. ഇവിടെ സലഫി സമൂഹത്തിന്റെ മുന്നിൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടോ? അതുപോലെ തന്നെ സലഫി സമൂഹത്തിന്റെ മുന്നിൽ ഏതെങ്കിലും പോലീസ് മേധാവികളുണ്ടോ? ധൈര്യത്തെ കടന്നു വരാം, സ്വാഗതം ചെയ്യുന്നു, അന്വേഷിക്കാം. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ ശാഖകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, ഞങ്ങളുടെ ശാഖയിൽ മെമ്പർഷിപ്പുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരാണ്. ആർക്കും പരിശോധിക്കാം ഒരു ശാഖയിൽ എത്ര അംഗങ്ങളുണ്ട്, അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ, അവരുടെ ജനനത്തീയതി എന്താണ്, അവരുടെ അഡ്രസ് എന്താണ്, അവരുടെ ഫോൺ നമ്പർ എന്താണ്. ശാഖാതലം മുതൽ മണ്ഡലം തലം മുതൽ ജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെ സർവ്വതും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, രേഖയുണ്ട്. ആർക്കും എപ്പോഴും വന്ന് പരിശോധിച്ചു പോകാം. സുതാര്യമാണ് ഈ പ്രസ്ഥാനം. പള്ളികളിലേക്ക് ധൈര്യത്തെ വരാം, നോക്കാം അവിടെ എന്തെങ്കിലും മാരകായുധങ്ങളുണ്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് നമ്മുടെ ആ വടിചെത്തി കുറിപ്പിച്ച വാള് പോലും നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ല. സാധാരണ നമുക്കറിയാം വടിചെത്തി കുറിപ്പിച്ചൊരു വാളുണ്ടല്ലോ, വടിയുണ്ടല്ലോ, അതിങ്ങനെ ചെത്തിക്കുറിപ്പിച്ചിട്ട് അലൂമിനിയത്തിന്റെ പെയിന്റ് അടിച്ചൊരു വാളുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചില പള്ളിയിൽ. അത് കണ്ട് തെറ്റിദ്ധരിച്ച മനുഷ്യന്മാരുണ്ട്. ഇതെന്താ ഇതിന്റെ അകത്ത് പഴയ ആ വേലുത്തമ്പി തളവയൊക്കെ പിടിക്കുന്ന സൈസ് വാളാ, ചെറിയ വാളൊന്നുമല്ല. അത് വാളുമല്ല, പലയിടത്തും ഈ പറഞ്ഞ വടി ഇങ്ങനെ കുറിപ്പിച്ചിട്ട് ഇങ്ങനെ അലൂമിനിയത്തിന്റെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലും ഈ സലഫി പള്ളിയിൽ കാണില്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവിടെ റെയ്ഡ് ഇവിടെ റെയ്ഡ്, ഭയങ്കര റെയ്ഡ്, അവിടെ റെയ്ഡ് ഇവിടെ റെയ്ഡ്, 4 പേര് റെയ്ഡ്. നിങ്ങൾ ആലോചിച്ച് അവിടെ റെയ്ഡ് നടക്കണം, ഇവിടെ റെയ്ഡ് നടക്കാണ്. ഒരു പുസ്തകം പിടിച്ചോണ്ട് പോയിട്ടില്ല. നേരെ മറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഔസേഫ്. എന്താണ്? അല്ല, ഞങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ആക്ഷേപം വന്നിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. ആയിക്കോട്ടെ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ കമ്പ്യൂട്ടർ തുറന്നാണ്, അതാ കമ്പ്യൂട്ടർ തുറന്നു കൊടുത്തു, നോക്കിക്കോ. നിങ്ങളുടെ മാസികൾ വേണം, 2 കൂടുതൽ പിടിച്ചോ. ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോ സാറേ ഒരു സാധനം കൂടെ തരാം. എന്താ? ഖുർആന്റെ ഒരു കോപ്പിയാ, കയ്യിൽ വെച്ചോ. അല്ല, കാശൊന്നും വേണ്ട, ഫ്രീയാ.
ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അല്ലാതെ വന്ന ആളുകൾ കൈനിറയെ പുസ്തകങ്ങളുമായിട്ടാ പോയത്. എന്തിനാ വീട്ടിൽ പോയിട്ട് വായിച്ചു പഠിക്കാൻ? വീട്ടിൽ പോയിട്ട് വായിച്ചു പഠിക്കാൻ ഇസ്ലാം എന്താണ്? അല്ലാതെ കേറിയിട്ടത് ആ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്, അത് ഭരണഘടനക്കെതിരായ പുസ്തകമാണ് കേട്ടോ, അത് കോടതിയിൽ ഹാജരാക്കും, അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ആർക്കും എവിടെയും എപ്പോഴും ആരുടെ മുന്നിലും പറയാവുന്ന ആദർശമേ ഉള്ളൂ. ഇതിന്റെ രാവും പകലും ഒരുപോലെയാണ്. ഇതിന്റെ ഉച്ചയും പാതിരാത്രിയും ഒരുപോലെയാണ്. ഒരു മറയുമില്ല, ഒരു ഒളിവുമില്ല. കൃത്യമായി ഒരു സമൂഹത്തിന്റെ മുന്നിൽ പറയാവുന്ന ആദർശമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭീകരതയുടെ പേരിൽ നടക്കുന്ന കുറെ അസംബന്ധങ്ങളുണ്ട്. ഒരിക്കലും അത് ഇന്ത്യ പോലെ രാജ്യത്ത് പറ്റില്ല. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, മുസ്ലിമായി കടന്നു വരുന്ന, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് കടന്നു വരുന്ന പതിനായിരങ്ങളുണ്ട്. നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. അതെല്ലാരോടും പറയാം. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, നിങ്ങളെ പ്രകോപിപ്പിച്ചോ? ബലമായി കൊണ്ടുവന്നതാണോ? പണം തന്നു കൊണ്ടുവന്നതാണോ? പൈസ കിട്ടിയോ? പെണ്ണിനെ കാണിച്ചു കൊണ്ടുവന്നതാണോ? ലവ് ജിഹാദാണോ? ഒക്കെ ചോദിക്കാം. പക്ഷേ എന്തിനാടാ നീ മതം മാറിയത്? ഗർവാപ്പസി ആയിക്കൂടെടാ എന്നൊന്നും ചോദിക്കരുത്. അത് ശരിയല്ല. അതിന് നിയമലംഘനമാണ്, ഭരണഘടനക്കെതിരാണ്. അതിന്റെ പേരിൽ ഒരു പത്രക്കാരനും മുസ്ലിമായി കടന്നു വന്ന ആളെ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കരുത്. കാരണം ഇന്ത്യ രാജ്യത്ത് ആർക്കും മുസ്ലിമാകാൻ അവകാശമുണ്ട്, ആർക്കും ഹിന്ദുവാകാൻ അവകാശമുണ്ട്, ആർക്കും ക്രിസ്ത്യാനിയാകാൻ അവകാശമുണ്ട്, ആർക്കും ജൂതനാകാൻ അവകാശമുണ്ട്, ആർക്കും മതമില്ലാത്തവനായി നടക്കാൻ അവകാശമുണ്ട്. അതാണ് ഇന്ത്യയുടെ മഹത്വം എന്ന് മനസ്സിലാക്കുക. അതിന്റെ പേര് ആരെയും കൊല്ലാനും തല്ലാനും നടക്കരുത്. ഇത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത് കൃത്യമായി മനസ്സിലാക്കുകയും നിലവിലുള്ള ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഭീതിജനകമായ ഒരു സാഹചര്യം, ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഒരു മാധ്യമവും ദയവ് ചെയ്ത് പണിയെടുക്കണ്ട. ഇവിടെ ഭീതിജനകമായ സാഹചര്യമല്ല, നേരെ മറിച്ച് തുറന്ന ഒരു സാഹചര്യമാണുള്ളത്. മുസ്ലിം ഉമ്മത്ത് കൂടുതൽ കരുത്തോടെ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളുമായി, പ്രവാചക ചര്യയുടെ ആശയങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. എന്നിട്ട് ആരോടും അത് പറഞ്ഞു കൊടുക്കുക. മറ്റു മുസ്ലിങ്ങളോട്, അമുസ്ലിങ്ങളായ സഹോദരങ്ങളോട് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. മുസ്ലിമീങ്ങൾ ഇത് പഠിക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഇസ്ലാം എന്ന് പറയുക. ഇസ്ലാം അത് കാണണമെങ്കിൽ എന്നിലേക്ക് നോക്കിയാൽ മതി എന്ന് ധൈര്യത്തെ പറയാ. ഞാൻ ഒരിക്കലും അനീതി ചെയ്യൂല, അക്രമം ചെയ്യൂല. എന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഞാൻ എന്റെ വയർ നിറക്കൂല. അതുപോലെ തന്നെ ഒരു മനുഷ്യരോടും ഞാൻ അനീതി ചെയ്യൂല. ഞാൻ നീതിയുടെ വാഗ്ദാവായി നിലകൊള്ളും എന്ന ആ വിശുദ്ധ ദീനിന്റെ സുന്ദരമായ നിലപാടുകളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിക്കുക. ഇസ്ലാം ഒരിക്കലും കയ്യിൽ തോക്കേന്തിയവന്റെ മതമല്ല. ഇസ്ലാം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നവന്റെ മതമല്ല. നേരെ മറിച്ച് കാരുണ്യത്തിന്റെ കരസ്പർശവുമായി വിശക്കുന്നവന്റെ മുന്നിൽ, രോഗിയുടെ മുന്നിൽ, കഷ്ടത അനുഭവിക്കുന്നവന്റെ മുന്നിൽ, പീഡിപ്പിക്കപ്പെടുന്നവന്റെ മുന്നിൽ കാരുണ്യത്തിന്റെ കരങ്ങളുമായി നിൽക്കുന്ന കാരുണ്യാർദ്രമായ ഒരു മതത്തിന്റെ വാഗ്ദാക്കളാണ് ഞങ്ങളെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. നമ്മുടെ ആ നന്മ അവിടെയാണ് നിലകൊള്ളുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോ ഇന്ത്യ പോലെ സമാധാന ചിത്തമായ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തോട് കൂറു പുലർത്തുക എന്നത് മതത്തിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസത്തിന്റെ ഭാഗം അല്ല എന്ന് പറയരുത്, ഈമാനിന്റെ ഭാഗം അല്ല എന്നല്ല പറയേണ്ടത്. അത് മതത്തിന്റെ ഭാഗമാണ്. ഖുർആൻ പഠിപ്പിച്ച നന്മയുടെ ഭാഗമാണ്. ഖുർആൻ നിർദ്ദേശിച്ചതാണ്. നിനക്ക് നിന്റെ മതസ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തിന് അങ്ങോട്ട് നീ നന്മ ചെയ്യണം, ആ രാജ്യത്തോട് കൂറുകാഴി കാണിക്കണം, ആ രാജ്യത്തോട് നീതി പുലർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ അത് സ്വീകരിക്കണം. ഈ രാജ്യത്തോട് കൂറു പുലർത്തണം. ഈ രാജ്യം നമുക്ക് പറ്റൂല, ഇത് കുഫ്രിന്റെ നാടാണ് എന്ന് ആരെങ്കിലും ചെവിയിൽ വന്ന് അടക്കം പറഞ്ഞാൽ അവന്റെ ചെവിക്ക് പിടിച്ച് നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു കൊടുക്കണോ? ഇവൻ രാജ്യദ്രോഹിയാണ്, ഇവൻ മതവിരോധിയാണ്.
കാരണം ആ മനുഷ്യൻ ഒരിക്കലും ഇസ്ലാമിക വൃത്തത്തിലോ ഇന്ത്യ എന്ന മഹാരാജ്യത്തോ ജീവിക്കാൻ അവകാശമുള്ളവനല്ല. ഇത് കുഫ്റിന്റെ നാടാണ്, ഇത് താവൂത്ത് ഗവൺമെന്റ് ആണ്, ഈ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല എന്ന് ചെവിയിൽ കുറുകിത്തരുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. നമ്മളാണ് അതിനു വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കേണ്ടത്, നമ്മളാണത് കൃത്യമായി കോടതിയിൽ കേസ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് രാജ്യദ്രോഹമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ കാഴ്ചപ്പാട് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുക. നമ്മൾ മറയില്ലാതെ ഒളിവില്ലാതെ ജീവിക്കുക. അങ്ങനെ സുന്ദരമായ ഒരു നാട്, സുന്ദരമായ ഒരു രാജ്യം, ആ രാജ്യത്തിൽ നിന്ന് നിലനിൽക്കുന്ന സമാധാനം, ആ രാജ്യത്ത് നിലനിൽക്കുന്ന ശാന്തി, ആ ശാന്തി നിലനിർത്തുക. മറ്റു മതസ്ഥരായ ആളുകളോടൊപ്പം കൂടുതൽ ചേർന്നിരിക്കുക, അവരുടെ പേടി മാറ്റുക, ഭയം മാറ്റുക. ഓരോ ദിവസവും പത്രം വായിച്ചിട്ട് അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ഭീതിതമായ സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം എത്രത്തോളം ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴിയിൽ കാത്തു നിന്നു. ഇത്ര സമയത്ത് അവിടെ എത്താൻ പറഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ ആളെ കാണാനില്ല. ഞാൻ ചോദിച്ചു, ഇയാളോട് പോയി ഫോൺ ചെയ്തപ്പോൾ ഞാൻ സ്റ്റേഷനിലാണ്, അവിടെ വെയിറ്റ് ചെയ്ത് പോരാ. ഞാൻ വിചാരിച്ചു സാധുവിനെ പോലീസ് നോക്കിയതാണ്. സംഗതി എന്താന്ന് ചോദിച്ചപ്പോ ഒരാള് പാഞ്ഞു വന്നിരിക്കുകയാണ് കോട്ടയത്ത് നിന്ന്. എന്താ കാരണം എന്ന് ചോദിച്ചു. കാരണം എന്ന് ചോദിച്ചപ്പോ ഇയാൾ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ 6 or 7 കൊല്ലം മുമ്പ് ഒരു വണ്ടി വാങ്ങിയതാ. ഈ 6 കൊല്ലത്തിന് ഇടക്ക് അയാൾ സ്വന്തം പേരിലേക്ക് ആ വണ്ടി മാറ്റിയിട്ടില്ല. ആ സഹോദരന്റെ പേരിൽ തന്നെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അയാൾ ഓടി വന്നിരിക്കുകയാണ് സ്റ്റേഷനിൽ. ഇത് കഴിഞ്ഞ് യാത്ര പോകുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം? അറിയില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെ 6 കൊല്ലമായിട്ട് ഇന്ന് വരെ ഇല്ലാത്ത ഒരു പെട്ടെന്നുള്ള വപ്രാളവും പരവേശവും സ്റ്റേഷനിൽ നേരെ വല്ലതും എന്താണ്? ഞാൻ പറഞ്ഞു, അയാൾ പത്രം വായിച്ചിട്ടുണ്ടാവും, അതന്നെ കാരണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സഹോദരൻ വിളിക്കാണ്, സ്റ്റേഷനിൽ നിന്ന് ഏതോ ഒരു പേപ്പറിന് വേണ്ടി വിളിക്കാണ് സുഹൃത്തിനെ. അപ്പൊ വിളിച്ചപ്പോ ഇയാൾ ചോദിച്ചു, അല്ല എന്തേ ഈ 6 കൊല്ലത്തെ ഇല്ലാത്ത ഒരു വെപ്രാളം ഇപ്പൊ ഉണ്ടായത്, എന്തേ നിങ്ങൾ ഇപ്പൊ ഓടി വന്നത് എന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ തന്നെ പറയാണ്, പത്രം വായിച്ചുകൊണ്ടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, പേടിച്ചിട്ട് വന്നതാ, കാര്യം ഏതെങ്കിലും IS കാരനായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാ. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സാണ് ഞാൻ ഈ പറയുന്നത്. ഈ പത്രക്കാരൻ എഴുതി വിടുന്ന ഈ കോപ്രായങ്ങൾ മുഴുവൻ വായിച്ചിട്ട് ഈ വൈകുന്നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഈ ചപ്പടാച്ചി അടിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ വിചാരം ലോകം മുഴുവന്റെ തലയിലാണെന്നാണ്. നിങ്ങൾ ആലോചിക്ക്, സങ്കടം തോന്നും. ചിലപ്പോ ആ ടെലിവിഷൻ എന്ന സംവിധാനത്തോട് സഹതാപം തോന്നും. ഈ വൈകുന്നേരമൊക്കെ 1 മണിക്കൂർ ഈ മനുഷ്യന്മാരെ കുറെ ഏർപ്പാടുണ്ടല്ലോ, നിർത്തിക്കൂടെ? പഴയ 1/2 മണിക്കൂർ 20 മിനിറ്റ് വാർത്ത മതി. അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. ആ 20 മിനിറ്റ് പഴയ ആ ദൂരദർശന്റെ വാർത്ത ഉണ്ട്, അത് മതിയും. ഈ ചങ്ങായിമാരെല്ലാം കൂടെ കൊണ്ട് കേറിന്നിട്ട് ഇങ്ങനെ അവലോകനം ചെയ്തിട്ട് അവസാനം തുടങ്ങുന്നിടത്തല്ല ഒടുങ്ങുന്നിടത്തല്ല തുടക്കോ. ഇത് എവിടെ എത്തിയെന്ന് ഓരോട് തന്നെ ചോദിച്ചാൽ ക്യാ ഹേ എന്ന് ചോദിച്ചതുപോലെ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഇതൊക്കെ ഒന്ന് മനുഷ്യന്മാരെ പേടിപ്പിക്കാതിരിക്കുക. മുല്ലപ്പെരിയാർ പൊട്ടാൻ പോയാൽ പോലും സുഹൃത്തുക്കളെ ഉടൻ തന്നെ ഫ്ലാഷ് ന്യൂസ്, മുല്ലപ്പെരിയാർ പൊട്ടുന്നു, കൊടുക്കാൻ പാടില്ല. നിയമം അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും, അവരോട് ചോദിച്ചു, അവന് കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു നാട് മുഴുവൻ ഭീതിയിലായാൽ, പേടിച്ചു പോയാൽ അവരെന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അല്ല, കൊടുക്കാൻ പാടില്ല. അതിന് സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ച് പതുക്കെ മെല്ലെ അവിടുന്ന് ആളുകളെ നീക്കിക്കൊണ്ടുപോകണം. ഇതോടൻ തന്നെ കിട്ടി വാർത്ത കൊടുത്തോന്ന് പറഞ്ഞു ഒറ്റ എറിയാണ്. ഫ്ലാഷ് ന്യൂസ്, മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടണ്ട, പൊട്ടി. ഈ ഭീതിതമായ മനസ്സുകളെ രൂപപ്പെടുത്തുന്ന ഈ മാധ്യമക്കാരന്റെ കുതന്ത്രത്തെ തിരിച്ചറിയണം, അവസാനിപ്പിക്കണത്. മനുഷ്യന്മാർ പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങണം. 2.50 പൈസ പോക്കറ്റിൽ പണിയെടുത്തിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഈ വായിക്കണം, എന്നിട്ട് ഓനെ ഞെട്ടിക്കണം, മേടിക്കണോരും ഞെട്ടിക്കണം ഈ സാധനം. അതുകൊണ്ട് അതൊക്കെ നിർത്താം. സർക്കുലേഷനും അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കലും അതുപോലെ തന്നെ പത്രം വളർത്തലും അതിനു വേണ്ടിയുള്ള ഈ ഏർപ്പാട് നിർത്തുക. മനുഷ്യന്മാരെ അകറ്റിയിട്ടല്ല, അവരുടെ മനസ്സിൽ ഭീതി നിറച്ചിട്ടല്ല ധർമ്മം നിർവഹിക്കേണ്ടത്, മാധ്യമധർമ്മം നിർവഹിക്കേണ്ടത്. നേരെ മറിച്ച് ജനങ്ങളെ സേവിച്ചുകൊണ്ടാണ്, ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടാണ്, ജനങ്ങളെ അടുപ്പിച്ചുകൊണ്ടല്ല, ജനങ്ങൾക്കിടയിൽ മാനസികമായ ഐക്യം ഉണ്ടാക്കിക്കൊണ്ടാണ്. ആ നിലക്ക് ധാർമ്മികതയിൽ ഊന്നി നിൽക്കുന്ന പത്രധർമ്മം നിർവഹിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. വലിയൊരു ദുആ ആകണം.
കാരണം ഇവരാണ് കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാക്കുക, ഇത്തരണ്ടാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം എന്നുള്ളത് ആർക്കും വായിക്കാവുന്ന തുറന്ന ഇടാണ്. അത് പരിശോധിക്കുക, അത് വായിക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും തിന്മ കാണുന്നോ നിങ്ങൾ സ്വീകരിക്കണ്ട, അതിനെ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അതിനെ വർജിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയത്തിൽ നന്മ നിങ്ങൾ കാണുന്നോ അത് സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിനപ്പുറത്ത് ഭീകരതയുടെയോ തീവ്രവാദത്തിന്റെയോ നിർബന്ധ മതപരിവർത്തനത്തിന്റെയോ ഒന്നും ഒരു സാഹചര്യവും ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സാഹോദര്യത്തോടെയുള്ള ഒരു ജീവിതം സാധ്യമാക്കണേ എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് നേരിന്റെ വഴി നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ജനിച്ച ഈ നാട്, ഞങ്ങൾക്ക് വേണ്ടി ഈ 14 നൂറ്റാണ്ട് കാലം പരിശുദ്ധമായി മതത്തെ പരിപാലിച്ചു പോന്ന ഈ നാട്, വർഷങ്ങൾക്കിപ്പുറത്ത് പ്രവാചക ജീവിതത്തിന്റെ വർഷങ്ങൾക്കിപ്പുറത്ത് ഈ നാട്ടിൽ, ഈ കേരളത്തിന്റെ മണ്ണിൽ ജനിച്ചപ്പോഴും മുസ്ലിമായ വാപ്പക്കും മുസ്ലിമായ ഉമ്മക്കും ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങളുടെ ഈ നാട്, അല്ലാഹുവേ, എല്ലാ നിലക്കുള്ള കലുഷിതമായ സാഹചര്യങ്ങളിൽ നിന്നും ഈ നാടിനെ നീ സംരക്ഷിക്കുകയും സമാധാന ചിത്തമായി ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും ഞങ്ങളുടെ ഭാവി തലമുറക്കും ഇവിടെ ജീവിക്കാൻ തൗഫീഖ് ഉണ്ടാക്കി തരുകയും ചെയ്യണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.